ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ ന്യൂസ് പോരാട്ടം 2025. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടിയായ പോരാട്ടം 2025 ഇന്ന് എത്തി നിൽക്കുന്നത് കോരിത്തോട് ഗ്രാമപഞ്ചായത്തിലാണ്. ജനപ്രതിനിധികളും ഒപ്പം തന്നെ പൊതുജനങ്ങളും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നു. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണപക്ഷത്തു നിന്നും സന്ധ്യ വിനോദ്, സ്വാഗതം. പ്രതിപക്ഷ നേതാവ് സിനു സോമന് സ്വാഗതം. UDF പ്രതിനിധി CS തോമസിനെ സ്വാഗതം ചെയ്യുന്നു. LDF പ്രതിനിധി PN പീതാംബരൻ സ്വാഗതം. NDA പ്രതിനിധി S ഹരീഷ്. ഭരണപക്ഷത്തിൻ്റെ നേതൃത്വത്തോടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ കോരിത്തോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എന്തൊക്കെ ക്രിയാത്മക പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു? പ്രകടന പത്രികയിൽ പറഞ്ഞ എത്ര ശതമാനത്തോളം അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? കോരിത്തോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ 13 വാർഡുകളെയും ഒന്നായി കണ്ടുകൊണ്ട് പഞ്ചായത്തിന് ലഭ്യമായ ഫണ്ടുകൾ 13 വാർഡുകളിലും തുല്യമായി വീതിച്ചു കൊടുത്തുകൊണ്ട് സമഗ്ര മേഖലകളിലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുവാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി പടിയിറങ്ങുന്നത്. ഓരോ മേഖലകളായി തിരിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ, ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ 2018 കോരിത്തോട് ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച NHM ഫണ്ട് 3,50,00,000 രൂപ ഫണ്ടും കോരിത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 22 ലക്ഷം രൂപയുടെ പ്ലാൻ ഫണ്ടും ഉപയോഗിച്ച് ഏറ്റവും അഭിമാനകരമാകുന്ന കോരിത്തോട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അഭിമാനകരമാകുന്ന രീതിയിൽ, അവർക്ക് വളരെ പ്രയോജനകരമാകുന്ന രീതിയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു അഭിമാനകരമായ നേട്ടം ഭരണസമിതിക്കുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോരിത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിരവധി രോഗികൾ നിരന്തരം വന്നു പോകുന്ന ഹോസ്പിറ്റലാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഡെയിലി ഒരു 250-300ഓളം പേഷ്യൻ്റ് വന്നു പോകുന്ന സാഹചര്യത്തിൽ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് നല്ല സേവനം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈവനിങ് OP എന്ന ഒരു പ്രധാന പദ്ധതി ഈ കോരിത്തോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത്. 2 മണി മുതൽ 5 മണി വരെ ഡോക്ടറെ സേവനം പഞ്ചായത്തിൻ്റെ സ്പെഷ്യൽ ഫണ്ട് ഉപയോഗിച്ച് നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോരിത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പാർത്താനം PHCയുടെ കീഴിൽ നിന്ന് കോരിത്തോട് PHCക്ക് സ്വതന്ത്ര അനുവാദത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള അനുമതി ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ നേടിയെടുത്തത്. ആരോഗ്യ മേഖലയെക്കുറിച്ച് പറഞ്ഞാൽ, പനക്കച്ചിറ ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിൽ വളരെയധികം ശോചനീയാവസ്ഥയിലായിരുന്ന ഒരു ബിൽഡിങ്ങിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് പ്രവർത്തനം മാറ്റുവാൻ ഭരണസമിതിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ആയുർവേദ ഹോസ്പിറ്റൽ, വെറ്റിനറി ഹോസ്പിറ്റൽ തുടങ്ങിയ ഹോസ്പിറ്റലുകളുടെ മെയിൻ്റനൻസ് വർക്കുകൾ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കുടിവെള്ള പ്രശ്നം, പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ പഞ്ചായത്തിലെ 13 വാർഡുകളിലും ഏതാണ്ട് 250ഓളം ഫെറോസിമെൻറ്റ് ടാങ്കുകളും വിവിധ വാർഡുകളിലായിട്ട് കുഴൽ കിണറുകളും അതോടൊപ്പം തന്നെ വിവിധ വാർഡുകളിൽ കുടിവെള്ള ഹൗസ് കണക്ഷനുകളും ലഭ്യമാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ ബൃഹത് പദ്ധതിയായ ജൽജീവൻ പദ്ധതി നടപ്പിലാക്കുവാൻ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ വാർഡുകളിലായിട്ട് ടാങ്കുകൾ പണിയുന്നതിന് വേണ്ടുന്ന സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ വേണ്ടി സ്ഥലങ്ങൾ വാങ്ങി നൽകുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ കോരിത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും അധികം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഇന്നിപ്പം നമ്മുടെ ജനങ്ങളൊക്കെ ഈ നാട് വിട്ടു പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗശല്യം തന്നെയാണ്. ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷ നേടുവാൻ പഞ്ചായത്ത് ഭരണസമിതി നിരന്തരമായി നിവേദനങ്ങൾ നൽകി MLA-യുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കണ്ടങ്കയം മുതൽ കൊമ്പുകുത്തി വരെ ഏതാണ്ട് 5 കിലോമീറ്ററോളം ഹാങ് ഫെൻസിങ്ങും അതോടൊപ്പം തന്നെ കിണങ്ങുകളും നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ ഇപ്പം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ വണ്ടമ്പതാൽ മുതൽ പനക്കിച്ചിറ വരെയും കുഴിമാവ് മുതൽ പഞ്ചായത്തിൻ്റെ ബൗണ്ടറി വരെയും സ്ട്രീറ്റ് മെയിൻ വലിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കുക എന്നുള്ള ഒരു ബൃഹത് പദ്ധതിയും കോരിത്തോട് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വീടുകൾ ഇവിടെ വെച്ച് നൽകാൻ? ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 250ഓളം വീടുകൾക്ക് എഗ്രിമെന്റ് വെക്കുവാനും പണികൾ നടത്തിക്കൊണ്ടിരിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കോരിത്തോട് പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ കയറിയപ്പോൾ
ഹരിതകർമ്മസേന ശേഖരിച്ചുകൊണ്ടിരുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഹരിതകർമ്മസേന ശേഖരിച്ചുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക്കുകൾ കുഴിമാവിൽ കോസടിയിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ മണ്ടയിൽ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കോസടയിൽ തന്നെ പുതിയൊരു MCF 6.5 ലക്ഷം രൂപ മുടക്കി MCF പണിയുകയും ആ ഹരിതകർമ്മസേന ശേഖരിച്ചുകൊണ്ടിരുന്ന മാലിന്യങ്ങൾ ബണ്ട് ചെയ്യുന്നതിന് വേണ്ടുന്ന ബെയിലിംഗ് മെഷീൻ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ വിവിധ 13 വാർഡുകളിലെയും മിനി MCFകളിൽ നിന്ന് പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി ഹരിതകർമ്മസേനയ്ക്ക് വാഹനം വാങ്ങുക തുടങ്ങിയ ബൃഹത് പദ്ധതികൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കോർത്തോട് ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് കോർത്തോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തനത് ഫണ്ടുകൾ നിലവിലില്ലാത്തൊരു പഞ്ചായത്താണ്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ മാത്രം വിനിയോഗിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന പഞ്ചായത്തിനെ സംബന്ധിച്ച് വിവിധ വാർഡുകൾ 13 വാർഡുകളിലെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള മെയിൻ്റനൻസ് ഗ്രാൻഡ് ഫണ്ടുകൾ ഏതാണ്ട് 5 കോടി രൂപയോളം 5 വർഷങ്ങളായിട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വിവിധ വാർഡുകളിൽ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും തിരിച്ചു വരാം, സമയമുണ്ടാവും. പ്രതിപക്ഷ നേതൃത്വത്തിലേക്കാണ്. ഏറ്റവും മികവുറ്റ ഭരണം, നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് ഭരണപക്ഷത്തിന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇവരുടെ ഭരണത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോരത്തോട് ഗ്രാമപഞ്ചായത്തിൽ 13-അംഗ ബലത്തോട് 13-അംഗ ഭരണസമിതിയാണ് നിലവിലുള്ളത്. അതിൽ 7-അംഗ ബലത്തോടു കൂടി ഒരു പാർട്ടിയിൽ നിന്നും മത്സരിച്ച് വന്ന 7 പേര്, അതിൽ 3 പേര് വനിതകളും 4 പേര് പുരുഷന്മാർ. അതിൽ സാരി ഉടുത്തവരെല്ലാവരും പ്രസിഡന്റുമാരും മുണ്ടുടുത്തവരെല്ലാം വൈസ് പ്രസിഡന്റുമാരുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം എന്നത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഭരിക്കാനുള്ള തമ്മിൽ തല്ലും അതിനുള്ള കാര്യങ്ങളുമാണ് ഇവിടെ നടന്നതെന്ന് ഏറ്റവും ആദ്യം പറയേണ്ട അവരുടെ ഒരു വികസന പ്രവർത്തനം. ഇത്ര കാലത്തിനിടയ്ക്ക് എത്ര പ്രസിഡന്റുമാർ അങ്ങനെ 3 പ്രസിഡന്റുമാർ മാറി വന്നു, 4 പ്രസിഡന്റുമാർ മാറി വന്നു. അതേ തുടർന്ന് എന്താ വെച്ചാൽ ഓരോ ഭരണസമിതിയിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ മാറി വരുന്നു. അതിൻ്റെ അധ്യക്ഷന്മാർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി തവണ ഇവിടെ പഞ്ചായത്തിനകത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യം, അതുകൊണ്ട് ഒരു 15 തവണത്തോളം തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ഭരണപക്ഷം അവകാശപ്പെടുന്നത്. ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഇവരിപ്പം പറഞ്ഞു, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് റവന്യൂ വകുപ്പിൽ നിന്ന് അവിടെ സ്ഥലം വിട്ടുകിട്ടുകയും അതിനുശേഷം 3.5 കോടി രൂപ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അനുവദിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ 22 ലക്ഷം രൂപ അനുവദിച്ചു എന്നൊരു കാര്യം ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടില്ല. അതിൻ്റെ ഒരു ആശുപത്രിയുടെ ഒരു പ്രവർത്തനം പൂർണ്ണമാകുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പ്രവർത്തനം വേണം. ഇപ്പോൾ ഒരു പ്രതീകാത്മക ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തി. അതിനകത്ത് ഈ പഞ്ചായത്തിൽ നിന്ന് നമ്മളുടെ ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായ PHSയിലെ മെഡിക്കൽ ഓഫീസറെ പോലും പങ്കെടുക്കാൻ പറ്റാത്തൊരു രീതിയിലെ ഒരു ഉദ്ഘാടനമാണ് നടന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി വേണം ഒരു ആശുപത്രി പ്രവർത്തനക്ഷമമല്ല. അതിനകത്ത് പറയാനുള്ളത് നമ്മളെ ഒരു ആശുപത്രിയിൽ നിന്ന് എൻ്റെ OP വിഭാഗമാണ് ഏറ്റവും പ്രധാനം. OP വിഭാഗത്തിലേക്ക് ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ആണെങ്കിലും അങ്ങോട്ട് ചെല്ലണമെങ്കിൽ അതിനുള്ള വഴിയുടെ ഒരു കാര്യം ഇന്ന് വരെ റവന്യൂ വകുപ്പിൽ നിന്ന് മേടിക്കുക അതിനൊരു സൗകര്യം ഉണ്ടായിട്ടില്ല. തന്നെയല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് അവിടെ ആശുപത്രി ഉദ്ഘാടനം എന്ന് പറയുന്നത്. ജനങ്ങളെല്ലാം പുതിയൊരു ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഞങ്ങൾക്ക് മറുപടി പറയാൻ പോലും ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പ്രതീകാത്മക ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ പോലും ഇല്ലാതെ കോൺഗ്രസ്സുകാരുടെ കുറച്ച് പേര് കൂടി മാത്രം നടത്തിയ ഒരു ഉദ്ഘാടനമായിട്ടല്ല. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല, പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല. ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഓക്കെ, തിരിച്ചു വരാം, സമയം തരാം. BJP പ്രതിനിധിയിലേക്കാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ഭരണപക്ഷം പറയുന്നു, എന്നാൽ പ്രകസനം മാത്രമാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. BJPയുടെ ഒരു നിലപാട് എന്താണ് ഈ 5 കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ? BJPക്ക് ഈ വിഷയത്തിൽ ചിന്തിക്കുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും അണ്ണനും തമ്പി കഴിഞ്ഞ 2005 മുതൽ 4 ഭരണസമിതികൾ വന്നിട്ടുണ്ട്. 2 തവണ ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതിയാണ്, ഒരു തവണ കൃത്യമായും കോൺഗ്രസിൻ്റെയും, പിന്നെ ഒരു അവിയൽ ഭരണസമിതിയും. അങ്ങനെയാണ് കോരത്തോടിൻ്റെ ഭരണസമിതികൾ കടന്നുപോയത്. ഈ 4 ഭരണസമിതികൾ വന്നിട്ട് കോരത്തോട് ടൗണിൽ ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ ഒരു മൂത്രപ്പര പോലും കെട്ടാൻ പറ്റാത്ത ഭരണസമിതികളാണ് കടന്നുപോയിരിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഒരു മൂത്രപ്പര ഉള്ളതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് പ്രാഥമിക ആവശ്യം നടത്തിപ്പോവാം. ഇല്ലാതെ ഒരു സംവിധാനം ചെയ്യാൻ കരുത്തില്ലാത്ത സംവിധാനമാണ് ഈ ഇടതുപക്ഷവും UDFും കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഭരിച്ചത്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോയാൽ, ആർജവുമില്ലാത്ത ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോയാൽ കോരത്തോട് ഒരു 15 വർഷം കൊണ്ട് വനമെടുത്തു പോകും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ഈ കോരത്തോടിൻ്റെ ഈ 10 ഏക്കർ മുതൽ അല്ലെങ്കിൽ കൊമ്പൂത്തി മുതൽ കണ്ടകം വരെയുള്ള മേഖലയിൽ റോഡിന് മുകളിൽ 21 കുടുംബങ്ങൾ താമസിച്ചിരുന്നതാണ്. ഇപ്പം 4 കുടുംബങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇവരൊക്കെ എവിടെ പോകുന്നതാണ്? എല്ലാവരും അവിടെ നിന്ന് താമസം മാറി താഴേക്ക് ഇറങ്ങുക ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നാട് വിട്ട് പോവുക. കോരത്തോട് വിട്ട്
മറ്റൊരിടത്തേക്ക് പോവുക. ഇങ്ങനെ സംഭവിക്കുമ്പം 21,420 2002 സെൻസസ് പ്രകാരം കോഴിത്തോടിൻ്റെ ജനസംഖ്യ. ഇപ്പോൾ എത്ര ജനസംഖ്യയുണ്ട്? കോഴിത്തോട് വിട്ടു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി ജനങ്ങളില്ലെങ്കിൽ ഇവർക്ക് ഭരിക്കാൻ ആളുണ്ടാവില്ല. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് കോഴിത്തോട് നിലനിൽക്കണമെങ്കിൽ ഈ ആർജവമുള്ള ഒരു ഭരണസമിതി നിലവിൽ വരണം. അതിന് ഭാരതീയ ജനതാ പാർട്ടി തന്നെ വരേണ്ടി വരും. UDF പ്രതിനിധിയിലേക്കാണ് ചോദിക്കുന്നത്. ഒരു ആശുപത്രി കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നു. അത് നാമമാത്രമായ ഉദ്ഘാടനം മാത്രമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കോൺഗ്രസ്സുകാർ മാത്രം പങ്കെടുത്ത ഉദ്ഘാടനം ഇവരെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് താങ്കളുടെ ഒരു നിലപാട്? കോഴിത്തോട് ഗ്രാമപഞ്ചായത്തിൽ ഭരിക്കുന്നത് UDF ആണെന്ന് എല്ലാവർക്കും അറിയാം. 7 മെമ്പർമാരുടെ കൈപ്പത്തിയോടുകൂടി ജനിച്ചു വന്ന 7 മെമ്പർമാരുടെ തെരഞ്ഞെടുപ്പിലൂടെ രംഗത്ത് വന്ന 7 മെമ്പർമാരാണ് ഭരിക്കാനുള്ള ഭരണസാരഥ്യം ഏറ്റെടുത്തത്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു, വികസന പ്രവർത്തനങ്ങൾ വന്നപ്പോൾ 7 പേര് മാത്രമല്ല കൊണ്ടുപോയത്, 13 വാർഡിലെ 13 മെമ്പർമാർക്കും കൃത്യമായി വീതിച്ചു കൊടുക്കും. ആർക്കും തർക്കമില്ലല്ലോ. ഒന്ന്, ഇവിടെ ഒരു ആശുപത്രി കെട്ടിടം പണിയാനുള്ള സാഹചര്യം UDF പ്രതിനിധികൾ വന്നേ പിന്നെ ഉണ്ടായത്. ഇത് LDF തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ്. കുഴിമാവിൽ നല്ല വൃത്തിയായിട്ടൊരു കെട്ടിടം പണിതു. 99% പണി തീർന്നു. പണി തീർന്നു കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് MLA ഇവർ സമീപിച്ചു, ഇവിടുത്തെ ഭരണകർഷകർ സമീപിച്ചു. അതിന് ഡേറ്റും കൊടുത്തു, ഉദ്ഘാടന ഡേറ്റ് കൊടുത്തു. 20-ാം തീയതി, ഈ കഴിഞ്ഞ 20-ാം തീയതി ഡേറ്റ് കൊടുത്തു. മന്ത്രിയുടെ ഡേറ്റും കിട്ടി. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ MLA തന്നെ വിളിച്ച് ഇവരോട് പറയുന്നു, ഉദ്ഘാടനം നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അവിടുത്തെ പണി തീർന്നില്ല എന്ന് പറഞ്ഞു. വേറെ ഒരു കാരണമില്ല, ഇത് UDF ഭരിക്കുന്ന പഞ്ചായത്തായതുകൊണ്ട് മാത്രം. LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ പ്രതിനിധികളെ ഉദ്ഘാടനം ചെയ്ത മന്ത്രിമാരെ ഉദ്ഘാടനം ചെയ്ത വളരെ നിരവധി സംഭവങ്ങളുണ്ട്. ഇവിടെ മുണ്ടക്കയം ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഉദ്ഘാടനം ചെയ്തു. 20-ാം തീയതി മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. എന്താ അവിടെ നടക്കുന്നത്? മരുന്നുണ്ടോ? ഒരു കാര്യവും നടക്കുന്നില്ല. രണ്ടാമത് കാഞ്ഞിരപ്പള്ളിയിൽ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആ ഓഫീസ് 4 കാലം ഇരിക്കുന്ന പ്രധാനമേ ഉള്ളൂ, കട്ട പോലും വെച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് എന്ത് കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യാനും അവരുടെ ഭരണകക്ഷി എന്ന നിലയ്ക്ക് എന്ത് കാര്യങ്ങളും നടത്താനും കഴിവുണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ലേ? കേട്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. വികസന പ്രവർത്തനങ്ങൾ നടന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ കോഴിത്തോട് മുണ്ടക്കയം കൂടി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. മടക്കയിൽ ഒരു 10-10 ഒരു ഫ്ലെക്സ് ബോർഡ് ഇരിപ്പുണ്ട്. 20 കൂട്ടം വികസന പ്രവർത്തനങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കോഴിത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഭരണകക്ഷി ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾക്കുൾപ്പെടെ ചെയ്തു കൊടുത്ത കാര്യങ്ങളാണ്. അവർ തന്നെ ഈ സമ്മതിക്കുന്നുണ്ട് വികസന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് കോഴിത്തോടിൽ നടന്നു എന്നുള്ളത്. അപ്പോൾ UDFൻ്റെ ഭരണസമിതിയെ താറടിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഒരുക്കി കൂട്ടി ഒരു കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിലേക്ക് ആ ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് UDFന് ഭരിക്കണമെന്നുണ്ട്, പക്ഷേ LDF തടസ്സം നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. MLA ഉൾപ്പെടെ ഡേറ്റ് കൊടുത്തിട്ടും ആ ഉദ്ഘാടനം നടക്കത്തില്ല എന്ന് പിന്നീട് വിളിച്ചു പറഞ്ഞത് അത് എന്താ ഭരണപക്ഷത്തോടുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് എന്നാണ് പറയുന്നത്. എന്താണ് താങ്കളുടെ നിലപാട്? ഇവിടെ ബഹുമാനായ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ തോമസ് ഇവിടെ സൂചിപ്പിച്ചു, വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിരാണ്. നോക്കൂ, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള വികസനം ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നോ? ഞാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലോട്ട് പോകുന്നില്ല, സുഹൃത്ത് സൂചിപ്പിച്ചത് മാത്രം പറയാം. കാര്യം 1 മണിക്കൂറേ ഉള്ളൂ. ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു, ബഹുമാന്യനായ പ്രസിഡന്റും സംസാരിച്ചു. ശരിയാണ്, ആശുപത്രിയുടെ കെട്ടിടം പണിതു. ഒരു കെട്ടിടം പണിതാൽ ആശുപത്രി ആകുമോ? ആ കെട്ടിടത്തിൻ്റെ ഫണ്ട് പ്രതിപക്ഷ നേതാവ് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ സംസാരിച്ചതുപോലെ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന 2 പേരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലത്ത് NRHMൻ്റെ ഫണ്ടിൻ്റെ അനുമതി ലഭിച്ചിട്ട് എസ്റ്റിമേറ്റുമായത്, ആ എസ്റ്റിമേറ്റ് അന്നത്തെ പ്രസിഡന്റിൻ്റെ താല്പര്യം അനുസരിച്ച് എസ്റ്റിമേറ്റ് മാറ്റുകയും 5 വർഷക്കാലമായിട്ടും ആ ആശുപത്രി പണി പൂർത്തീകരിക്കാതെ കണ്ട് ബഹുമാനപ്പെട്ട ചാനലിൻ്റെ സുഹൃത്ത് വരുവാണ്, ഞാൻ ഇപ്പോൾ കൊണ്ട് കാണിക്കാം, ഞാൻ വെല്ലുവിളിക്കുന്നു. അവിടെ വെള്ളത്തിൻ്റെ സൗകര്യമുണ്ടോ, വൈദ്യുതിയുടെ സൗകര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഒരു ഓട്ടോറിക്ഷ കയറി പോകാനുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ടോ? വഴി കിട്ടണമെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ അനുമതി മേടിക്കണം. 5 വർഷമായിട്ട് ഇവർ ചെയ്തത് എന്താണ്? പഞ്ചായത്ത് പ്രസിഡന്റ്, ഇന്നിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് ഞാൻ ഒരു ഒപ്പിന് ചെല്ലുവാണെങ്കിൽ പാവപ്പെട്ട 13 വാർഡുകളിലെ ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ നാളെ ചെല്ലുമ്പോൾ വേറൊരു പ്രസിഡന്റാണ്. ഇവിടെ ഇരിക്കുന്ന UDFനെ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് പറയാമോ? ഒറ്റയടിക്ക് ഉത്തരം പറയണം. 5 വർഷത്തിനിടയിൽ എത്ര പ്രസിഡന്റുമാര് മാറി, എത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരി? 2 മിനിറ്റ് തരാം. നമുക്ക് സമയത്ത് പോകാം. ഓക്കെ,
പറഞ്ഞോളൂ. അതാണ് വസ്തുത. ആശുപത്രിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വരാതിരുന്നതും MLA അതിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ജനാധിപത്യ ബോധവും ഭരണഘടനയും അതോടൊപ്പം തന്നെ ഫെഡറലിസവും നിലനിൽക്കണം എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയുടെ ഉദ്ഘാടനം, ആശുപത്രിയുടെ പണി പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെയാണോ ആശുപത്രി ഉദ്ഘാടനം നിർവഹിച്ചത്? തുടക്കം മുതൽ തന്നെ പറയാം. 2018 NHM ഫണ്ട് 3,50,00,000 രൂപ അനുവദിച്ച റവന്യൂ ഭൂമി ഏതാണ്ട് 49 സെന്റ് സ്ഥലം അവിടെ നമ്മുടെ ജില്ലാ കളക്ടറിൽ നിന്ന് വിട്ട് കിട്ടിയത് മാത്രമല്ല, ആകെപ്പാടെ ചെയ്ത് ആ ഭരണസമിതി ഇരുന്ന കാലഘട്ടത്തിൽ ചെയ്തത് ഒരു ഓൺലൈൻ ഉദ്ഘാടനവും നടത്തി ഒരു ശിലാഫലവും ഇവിടെ വെച്ചിട്ട് പോയതല്ലാതെ 2018 അനുവദിച്ച ഫണ്ട് വെച്ച് യാതൊരു വികസന പ്രവർത്തനവും ആശുപത്രിക്ക് വേണ്ടി നടത്താതെ ഓൺലൈൻ ഉദ്ഘാടനം മാത്രം നടത്തി ഇറങ്ങിയ ഭരണസമിതിയാണ് പഴയ ഭരണസമിതി. അതിൽ നിന്നാണ് പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ കയറിയതിന് ശേഷം മാർച്ച് മാസത്തോടുകൂടി പകുതി ഫണ്ടുകൾ വിനിയോഗിച്ചില്ല എങ്കിൽ ഫണ്ട് ലാപ്സാകുമെന്നുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ ബഹുമാനിയായ അന്നിരുന്ന ജില്ലാ കളക്ടർ ജയശ്രീ മാഡവുമായി ബന്ധപ്പെട്ട് ജയശ്രീ മാഡം ഒരു സമാധി ദിവസം നമ്മുടെ കോർത്തോട് ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രി കെട്ടിടം പണിയേണ്ട സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റുകളും പ്ലാനുകളും ഉൾപ്പെടെ, കാരണം ചെങ്കുത്തായ സ്ഥലമാണ്, അവിടെ നിന്നുള്ള മണ്ണെടുത്തു മാറ്റുക എന്ന് പറയുന്ന, റവന്യൂ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു മാറ്റുക എന്ന് പറയുന്ന ഏറ്റവും ഭീമമായ പ്രശ്നങ്ങൾ അതിജീവിക്കുക എന്നുള്ള പറയുന്ന പ്രശ്നം നമ്മുടെ ബഹുമാനിയായ ജില്ലാ കളക്ടർ നേരിട്ട് വന്നാണ് അത് നടത്തി തന്നത്. അതിനുശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റും പ്രകാരം 30 മീറ്റർ മാത്രമേ ആ മണ്ണും മാറ്റിയിടുവാനായിട്ടുള്ള എസ്റ്റിമേറ്റ് അതിൻ്റെ അകത്തുള്ളൂ. ആ 30 മീറ്ററിൽ എവിടെ കൊണ്ട് മണ്ണ് നിക്ഷേപിക്കാനാണ്? ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ മാറ്റിയെടുത്തുകൊണ്ട് ജില്ലാ കളക്ടറെ കണ്ട് ബഹുമാനായ MLAയും ഒക്കെ കണ്ടുകൊണ്ട് ഈ ഉള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റിയെടുത്ത് ഒന്നേന്ന് പണി ആരംഭിച്ചപ്പോഴാണ് പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടുകൾ അതിനകത്ത് ഒരു വിഹിതം കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പണികൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായത്. അങ്ങനെ തന്നെയാണ് ആദ്യത്തെ 16 ലക്ഷം രൂപയും അതിനുശേഷം രണ്ടാം ഇയറിലെ 6 ലക്ഷം രൂപയും കൂട്ടി 22 ലക്ഷം രൂപ മാറ്റി വെച്ചുകൊണ്ട് പഞ്ചായത്ത് ബിൽഡിംഗ് പണിയുവാനായിട്ട് ആരംഭിച്ചു. ഇപ്പം നിലവിലെ അവസ്ഥ അത് ഉദ്ഘാടനത്തിന് യോഗ്യതയോടുകൂടി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് യോഗ്യതയോടുകൂടി തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഏകദേശം 99% വർക്കുകൾ പൂർത്തീകരിച്ചു. അപ്പോൾ ബഹുമാനായ MLA തന്നെയാണ് HMC മീറ്റിംഗ് നമ്മുടെ കോർത്തോട് ഗ്രാമപഞ്ചായത്ത് വിളിച്ചു കൂട്ടാൻ പ്രസിഡന്റ് നിർദ്ദേശം കൊടുക്കുകയും ഈ ഇരിക്കുന്ന ഭരണ പ്രതിപക്ഷ മെമ്പർമാർ ഉൾപ്പെടെ HMC മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ഒക്ടോബർ മാസം 20-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി മന്ത്രി വീണ ജോർജ് മുണ്ടക്കയം ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ നമ്മുടെ ഉദ്ഘാടനം 9:30 മണിക്ക് നടത്താമെന്ന് വരെ നിർദ്ദേശം തന്നിട്ട് പോയ MLA ആണ്. അതിനുശേഷം സർവകക്ഷി യോഗം വിളിക്കുക എന്നുള്ള അടിയന്തര നടപടിയുടെ ഭാഗമായി ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സർവകക്ഷി യോഗം വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം MLA വിളിച്ചപ്പോൾ പറഞ്ഞു, മോളെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന്. ഈ പബ്ലിക്കിന് മുമ്പിൽ കൂടുതലധികം കാര്യങ്ങൾ പറഞ്ഞില്ല. കാരണം കോർത്തോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പല ഘട്ടങ്ങളിലും MLA എന്ന നിലയിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള MLA ഈ പറയുന്ന ഈ ലോക്കൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ നിന്ന് തടസ്സം ചെയ്തത് തന്നെയാണ് ഇതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഉദ്ഘാടനം ഇവിടെ നടത്താൻ സാധിക്കാത്തതെന്ന് നഖശിഖാന്ത് ഈ ഭരണസമിതിക്ക് പറയാൻ സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഒക്ടോബർ മാസം 20 അല്ലെങ്കിൽ 23-ാം തീയതിയാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കോൺട്രാക്ടർ ഇല്ല, പണിക്കാരില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ ഓരോരോ പണിക്കാരില്ല, പണിയാനായിട്ട് സാധനങ്ങളില്ല, ഈ പറയുന്ന നിസ്സാരവൽക്കരണമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പണികൾ വരെ വെച്ച് നീട്ടാനായിട്ടുള്ള സാഹചര്യം നിലയിൽ വന്നപ്പോൾ ഞങ്ങൾ ഭരണസമിതി ഒന്നടങ്കം അതിന് കമ്മിറ്റികൾ കൂടുകയും ഇതിന് വേണ്ടുന്ന ഉദ്ഘാടനങ്ങൾ നടത്താനുള്ള അടിയന്തര നടപടികൾ ഇത്ര ദിവസത്തേക്ക് അതിൻ്റെ മെയിൻ കോൺട്രാക്ടറായ ആളിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അടിയന്തരമായി ഈ ലോക്കൽ ഏരിയയിലുള്ള ആളുകളെ ഞങ്ങൾ വെച്ച് തരാമെന്നുള്ള നിർദ്ദേശം വന്നപ്പോഴാണ് അവർ വീണ്ടും പണികൾ ആരംഭിച്ചത്. ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെങ്കിൽ വേണ്ടുന്ന ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടുന്ന മുഴുവൻ ഫണ്ടുകളും പഞ്ചായത്ത് മാറ്റിവെച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ വരെ പൂർത്തിയായതാണ്. ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ 4-1 പണികൾ പൂർത്തിയാകാത്ത പല ബിൽഡിങ്ങുകളും ഇവിടെ കോർത്തോട്ട് തന്നെ, ഇതാണ് മഹിളാ സമാജം കുഴിമാവിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണ്. അവിടെ നടത്തിയ മണ്ട മാത്രം വാർത്തതേ ഉള്ളൂ. അവിടെ ഉദ്ഘാടനം നടത്തും. എന്തുകൊണ്ട് കോൺഗ്രസ് UDF ഭരിക്കുന്ന കോർത്തോട് ഗ്രാമപഞ്ചായത്തിന് ഉദ്ഘാടനം നടത്തുവാൻ ഇതുപോലെ തടസ്സങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് സമയം തരാം. നമ്മൾ പൊതുജനങ്ങളിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും സമയമുണ്ട്. ആർക്കാണ് ചോദിക്കാനുള്ളത്? ചോദ്യമല്ല, ഇത് മറുപടിയാണ്. ഓക്കെ, എന്ത് മറുപടിയാണ്? കോൺഗ്രസ് ഭരിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം ചോദിച്ചു, അവർക്ക് ആർക്കും വിമർശിക്കാനില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെപ്പാടെ പറയാനുള്ള പ്രസിഡന്റ് മാറിയ കാര്യമാണ്. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ജനാധിപത്യമാണ്. അതുകൊണ്ട് പ്രസിഡന്റുകൾ മാറി വരുന്നവർ കുഴപ്പമില്ല. പ്രവർത്തനം അടിപൊളിയാണ്. അത് ജനാധിപത്യം കൊണ്ടാണ്, അല്ലാതെ പിണറായി വിജയന് മറ്റേ അടിമ പറഞ്ഞ പോലല്ല.
അത് പറഞ്ഞത് 100% സംതൃപ്തനാണ്. സംതൃപ്തനാണ്. Okay. അതിൻ്റെ അകത്ത് മറ്റേ പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ ഇത് പറഞ്ഞു ഇപ്പോൾ. ഓക്കെ. ഈ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആകെപ്പാടെ 2 എതിർപ്പേ പറഞ്ഞുള്ളൂ. ഒന്ന് എതിർപ്പ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി കെട്ടണം. ആശുപത്രി കെട്ടുന്നതിനകത്ത് നമ്മളെ ഇവിടെ ഇത്ര നാളും ഭരിച്ചതായ ഇതിനു മുമ്പ് ഭരിച്ചത് ഒന്നും നടത്താൻ പറ്റിയില്ല. താങ്കൾ ഈ പറഞ്ഞത് സംതൃപ്തനാണ്? സംതൃപ്തനാണ്. 100%. അടുത്ത ആരാണ് ചോദിക്കാൻ? അവിടെ ആരോടാണ്? ഈ വാർഡിൽ ഒരു പരിചയമില്ലാത്ത ഒരു ചേട്ടനെ എവിടുന്നോ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് സർക്കാരിനെതിരെ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ വാർഡിൽ വോട്ടർ ആണോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയാം. ആരാണ് ഈ അഭിപ്രായം പറഞ്ഞ വ്യക്തി. ശരി. ഇതുപോലെ കെടുകാര്യസ്ഥത പിടിച്ച ഒരു ഭരണം ഈ നാട്ടിലുണ്ടായിട്ടില്ല. മൈക്ക് മേടിക്കാം. ഞാൻ ഈ വാർഡിലെ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ആർക്കെങ്കിലും എതിർക്കാനുണ്ടായിരുന്നു? ഏത് വാർഡിലെ ആളാ? ഏത് വാർഡിലാ? ഞാൻ 9ാം വാർഡിലാ. ഈ പഞ്ചായത്ത് ഒരു കാര്യം പറഞ്ഞാലും ചോദിക്കും, എന്തെങ്കിലും എതിർക്കാനുണ്ടോ ചോദിക്കും. ഈ പഞ്ചായത്തിൽ ആർക്കും എതിർക്കാനില്ല. അടുത്ത പ്രസിഡന്റ് മാറിയ കാര്യം, ഇതിന്റെ ഉദ്ഘാടനം നടത്തിയ കാര്യം. അടുത്ത മൈക്ക് കൊടുക്കുക പ്ലീസ്. ആരോടാണ് ചേട്ടൻ ചോദിക്കാനുള്ളത്? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ് ചോദിക്കുന്നത്. ചോദിച്ചോ. കോരത്തോട്ടില് ഒത്തിരി വികസന പ്രവർത്തനം നടത്തി എന്ന് പറയുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് ഇപ്പം ഈ ആശുപത്രിയുടെ ഒരു കാര്യമാണ്. അല്ലാത്ത ഇവിടെ ഒത്തിരി ഒന്നെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ MLA ഫണ്ടാണ്. അതുപോലെ റോഡിൻ്റെ കാര്യമാണ്. അങ്ങനെ ഒരു വർക്ക് നടന്നതായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. അതായത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വർക്കൊന്നും നടന്നില്ല. ഇവിടെ വികസന പ്രവർത്തനം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനം നടക്കും. MLA-യുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടാണ്. പിന്നെ ഒന്നുകൂടെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. അത് 1 വർഷം മുമ്പേ തീരേണ്ടതാണ്. പ്രസിഡന്റ് തന്നെ പറഞ്ഞു. പുതിയ ജില്ലാ കളക്ടർ വന്നപ്പോൾ ഇവര് തന്നെ അതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം മാറ്റി ഇവിടെ പഞ്ചായത്തിന് മേടിച്ച ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം, ആ സ്ഥലത്ത് ആശുപത്രി കെട്ടിടം പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇവിടെ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെ വിളിച്ചു കൂട്ടി ആ പ്രദേശത്ത് വെള്ളം കയറുന്നതാണെന്നും അവിടെ പണിയാൻ പറ്റിയാല എന്ന് പറഞ്ഞ് മാറി. അതുപോലെ അവിടെ ഈ കിഴക്കാന്നൂക്ക് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു വണ്ടി കയറി ചെല്ലിയല്ല. ഈ കെട്ടിടം റോഡ് സൈഡിലേക്ക് ചേർത്തു പുതിയ എസ്റ്റിമേറ്റ് വന്നപ്പോൾ. ഇപ്പോൾ ഒരു വണ്ടി ആ മുറ്റത്ത് ഇടാൻ പറ്റിയല്ല. ഇപ്പോൾ അവസാനം സംഭവിച്ചതെന്ന് വെച്ചാൽ റോഡിലോട്ട് ഇറക്കി കെട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് പോയാൽ കാണാം, നല്ല തിരക്കുള്ള റോഡാ സീസൺ കാലത്ത്. ആ റോഡില് ഇതിന്റെ വഴിയിലേക്ക് ഇറക്കി കെട്ടി. അതാ ഒരു വിഷയം. പിന്നെ ഈ പഞ്ചായത്തിൻ്റെ സ്ഥലം ഒരു 15 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിൻ്റെ മേളിലേക്ക് ഈ പറയുന്ന കല്ലും മണ്ണുമെല്ലാം ഇട്ട് ആ കെട്ടിടം മൂടി ഈ 1/2 ഏക്കർ സ്ഥലവും നശിപ്പിച്ചതാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണത്തിൽ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തും MLA-യും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വികസനം നടന്നിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെതായിട്ടൊന്നുമില്ല. ശരിയാണോ? ബഹുമാനായ മോഹനചന്ദ്രനോട് അതിന്റെ മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം കോരത്തോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇവിടെ താമസിക്കുന്ന ആളാകുമ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് നല്ല രീതിയിൽ അറിയാം. ഓൺ ഫണ്ട് എന്ന് പറയുന്ന യാതൊരു ഫണ്ടും ഇല്ലാത്ത ഒരു പഞ്ചായത്ത്. അത്യാവശ്യം ബിൽഡിംഗ് ടാക്സ് ഒഴികെ ബാക്കി ഒന്നും നമ്മുടെ കോരത്തോട് ഗ്രാമപഞ്ചായത്തിൽ ടാക്സ് ആയിട്ട് നമുക്ക് കിട്ടാനില്ല. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ കൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് കോരത്തോട് ഗ്രാമപഞ്ചായത്ത്. നിങ്ങൾക്കത് ആർക്കെങ്കിലും അതിനകത്ത് എതിരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ ലഭ്യമായെങ്കിൽ മാത്രമേ ഫണ്ടുകൾ വിനിയോഗിച്ച് റോഡുകളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് പണി തീർക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാതെ MLA-നെ അല്ലാതെ പിന്നെ ഞങ്ങളുടെ MLA അല്ലാതെ ആരെ വിളിക്കും? ഞങ്ങളുടെ MP അല്ലാതെ ആരെ വിളിക്കും? ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിലല്ലാതെ ആരെ വിളിക്കും? ആ ഒരു നിയമ കാര്യങ്ങൾ മാത്രമേ പഞ്ചായത്തിന്റെ നടപടി കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ബഹുമാനായ MLA കണ്ടെങ്കിൽ MLA തന്നിട്ടുണ്ടെങ്കിൽ ഫണ്ടുകൾ ഞങ്ങളിവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്ലാനിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പ്ലാനിൻ്റെ അകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇരുന്ന കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നേടിയെടുത്ത് തന്ന അല്ലെങ്കിൽ ഇന്നടത്താണ് ആശുപത്രി കെട്ടിടം പണിയേണ്ടത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് റവന്യൂ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്ത് തന്നെയാണ് കോരത്തോട് പഞ്ചായത്ത് ഭരണസമിതി. ഇവരാണ് ആ സ്ഥലം കാണിച്ചു തന്നത്. അല്ലാതെ നമ്മൾ ഈ പുതിയ ഭരണസമിതി തെരഞ്ഞെടുത്ത സ്ഥലമല്ല. പുതിയ ഭരണസമിതി തെരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡിന് വാങ്ങിച്ചിട്ട സ്ഥലത്ത് നമ്മൾ പണിയാൻ നോക്കിയപ്പോൾ നഖശികാന്തം LDF-ന്റെ ഭരണസമിതി അവിടെ എതിർക്കുകയും ഇവർ കാണിച്ചു തന്ന സ്ഥലത്ത് തന്നെ അവർക്ക് ബിൽഡിംഗ് പണിയണമെന്ന് പറയുകയും ആ മണ്ണെടുത്ത് മാറ്റാൻ ഇപ്പോൾ മോഹനചാണ്ടൻ ഇവിടെ സൂചിപ്പിച്ചു. മണ്ണെടുത്ത് മാറ്റിയത് ബസ് സ്റ്റാൻഡിന്റെ സ്ഥലത്താണ്. സത്യമാണ്. 30 മീറ്റർ മാത്രം മാറ്റാൻ ഞങ്ങൾ പിന്നെ എവിടെ കൊണ്ടിടും? ഒരു കെട്ടിടവും മൂടിയിട്ടില്ല. നിങ്ങൾ പോയി കണ്ടാൽ അറിയാം. ഇപ്പോഴും പുഴ പുനർജനി പദ്ധതി പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കണം. കോരത്തോട് പഞ്ചായത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് കോരത്തോട് പഞ്ചായത്ത് വെള്ളത്തിനടി
വെള്ളത്തിനടിയിൽ പോയ ഒരു സാഹചര്യം, ഇവിടെ എല്ലാം വെള്ളം വന്ന് മൂടി, പഞ്ചായത്ത് ഓഫീസും വെള്ളം വന്ന് മൂടിയ സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ കിട്ടിയതാണ് പുഴ പുനർജനി പദ്ധതി. പുഴ പുനർജനി പദ്ധതി പ്രകാരം നമ്മൾ മണൽ വാരി നിക്ഷേപിച്ചതും ഈ പറയുന്ന ഈ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലത്താണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നോൺസ് അനുസരിച്ച് ആ മാരിയിട്ടിരിക്കുന്ന മണൽ ഒന്ന് ലേലം ചെയ്യുവാൻ, കാരണം ചെളിയും മണ്ണും നിറഞ്ഞ ആ മണൽ ലേലം ചെയ്യുവാൻ ഗവൺമെൻറ്റിൻ്റെ നോൺസ് അനുസരിച്ചുള്ള ഒരു മനുഷ്യനും അത് ലേലത്തിലെടുക്കാതിരുന്ന സാഹചര്യത്തിൽ ആ മണൽ അവിടെ കിടക്കുകയാണ്. പിന്നെ ഈ ഈ പറഞ്ഞ ആശുപത്രി ഉദ്ഘാടനം ആശുപത്രി ബിൽഡിംഗ് പണിയുന്നതുമായി ബന്ധപ്പെട്ട മണ്ണ് ഞങ്ങൾ പിന്നെ എവിടെ കൊണ്ടിടും? പഞ്ചായത്തിൻ്റെ സ്വന്തമായിട്ടുള്ള സ്ഥലത്തെ മണ്ണ് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിയമമുണ്ട്. 30 മീറ്ററിൽ കൂടുതൽ മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ മണ്ണ് അവിടെ തന്നെ ഡംപ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് ആരോടാണ് ചോദിക്കുന്നത്? പ്രസിഡന്റിനോട് തന്നെ. കോരത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജാൻസി സാബു ആണ്. ആണല്ലോ, എല്ലാവർക്കും ആർക്കും ബോധ്യമില്ലായ്മ ആയിക്കോട്ടെ. ആ പ്രസിഡന്റ് ഇത്രയും വലിയൊരു 4 പേര് കൂടുന്ന ഒരു പരിപാടിയിൽ ആ പ്രസിഡന്റ് പങ്കെടുക്കാതെ ആ പ്രസിഡന്റ് എതിരെ പോയി. കാരണം അവർക്ക് വികസന പ്രവർത്തനം തുറന്നു പറയാനില്ല. ഒന്നാമത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവര് പറഞ്ഞു വികസന സദസ്സ് എന്ന് പറയുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നടത്തി. ഈ കോരത്തോട് ഗ്രാമപഞ്ചായത്തിൽ ഇത് നടത്താൻ വന്നപ്പോൾ ഇവർക്ക് നടത്താൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയുമോ? ഒരു വികസനം ഇവർക്ക് എടുത്തു പറയാനില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വികസനം ഇവര് ഏതെങ്കിലും ഒരു വികസനം ഇവർക്ക് എടുത്തു പറയാനുണ്ടായിരുന്നെങ്കിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞോട്ടെ. അത് 4 ആള് കൂടുന്ന സ്ഥലത്ത് വികസന സദസ്സ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂടുന്നതാണ്. ആണല്ലോ, അവരുടെ മുന്നേ പറയാൻ ആർജവം ഇവര് കാണിക്കണമായിരുന്നു. ആർജവം ഇവര് കാണിച്ചില്ല. അതോടൊപ്പം തന്നെ പറഞ്ഞല്ലോ, ഇവര് നിരന്തരം പറഞ്ഞിട്ടാണ് ഫെൻസിങ്ങും ട്രെഞ്ചും ഒക്കെ നിർമ്മിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാനിപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോട് ചോദിക്കുവാണ്, എത്ര തുകയാണ് അതിന് നിങ്ങൾ പറഞ്ഞിട്ട് എത്ര തുക കിട്ടിയതിന്? അവര് പറഞ്ഞതല്ലേ, അവരാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് ഞങ്ങളോട് പറയണം. എത്ര ലക്ഷം എത്ര കോടി രൂപ ഈ ഫെൻസിങ്ങിനും ഈ ട്രെഞ്ചിനുമായിട്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് ഒറ്റ ഒരു വാക്കിൽ സന്ധ്യ പറഞ്ഞാൽ ഞങ്ങളുടെ പഞ്ചായത്തില് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഭരണസമിതിയുടെ നാമനിർദ്ദേശ പ്രകാരം അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് പോയി അതിന് ഫണ്ട് മേടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ചുമ്മാ ഇരിക്കുന്നവരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണ്ട. സന്ധ്യ നിരന്തരം പറഞ്ഞപ്പോ ഫണ്ട് കിട്ടിയെന്ന് പറഞ്ഞു. ആ ഫണ്ടിന്റെ കണക്കറിയാൻ മേലാത്ത 7 കോടി 20 ലക്ഷം രൂപയാണ്. 7 കോടി 28 ലക്ഷമാണ് എനിക്ക് പറയാം. അത് നിങ്ങൾ കാണുന്ന പദ്ധതിയിൽ എനിക്കത് നിങ്ങളോട് ഇപ്പം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. വികസന സദസ്സ് എന്തുകൊണ്ട് സംഘടിപ്പിച്ചില്ല? ആ ചോദ്യത്തിനോട് ഉത്തരം. വികസന സദസ്സ് ഇവിടെ നടത്തുന്നതിന് വേണ്ടി കോരത്തോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തതും 2 ലക്ഷം രൂപ മാറ്റി വെച്ചുകൊണ്ട് സാധാരണ പഞ്ചായത്തുകളിൽ നടത്തുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ വികസന സദസ്സായിട്ട് നടത്താനായിട്ട് ഭരണസമിതി തീരുമാനിച്ചതാണ്. എന്നാൽ ആ വികസന സദസ്സ് നടത്തുന്നതിൻ്റെ 2 ദിവസത്തിന് ശേഷമാണ് ബഹുമാനായ MLA HMC മീറ്റിംഗ് വിളിച്ചതും ഉദ്ഘാടനവും കാര്യങ്ങളുമെല്ലാം ഹോസ്പിറ്റൽ ഉദ്ഘാടനവും കാര്യങ്ങളുമെല്ലാം നമ്മളോട് ബോധ്യപ്പെടുത്തിയതും. എന്നാൽ കോരത്തോട് പഞ്ചായത്തിൻ്റെ UDF ഭരിക്കുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ആ കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ LDFിൻ്റെ നേതൃത്വത്തിലുള്ള MLA അടക്കമുള്ള ആളുകൾ വിയോജിപ്പ് കാണിച്ചപ്പോൾ കോരത്തോട് ഗ്രാമപഞ്ചായത്ത് LDF സർക്കാരിന്റെ വികസന പദ്ധതി നിരോധിച്ചു എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിഷേധിച്ചു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. അടുത്ത ചോദ്യം ആരോടാണ്? എനിക്ക് ചോദിക്കാനുള്ള ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തിനാണ്. നമ്മുടെ കോരത്തോട് ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തിൽ നമുക്ക് സർക്കാർ ഫണ്ടുകൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് എത്ര ശതമാനം ഉപയോഗിക്കാൻ കഴിഞ്ഞു? അത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ 2ാമത്തെ പ്രസിഡൻ്റിൻ്റെ കാലത്ത് നമുക്ക് നിരവധി പ്രസിഡന്റുമാരുണ്ടായിരുന്നു. 2ാം പ്രസിഡന്റിൻ്റെ കാലത്ത് വന്ന ആ ഫണ്ട് എത്ര ശതമാനം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഉപയോഗിച്ചിട്ടുണ്ട്? എത്ര ലാപ്സായിപ്പോയി എന്ന് ജനങ്ങൾ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. അതൊന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് എത്രത്തോളം രൂപ ലാപ്സായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര വിനിയോഗിച്ചിട്ടുണ്ട്? പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ആദ്യ കാലഘട്ടങ്ങളിലെ 2.5 വർഷം ഞാനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. 98% ഫണ്ടും വിനിയോഗിച്ചാണ് ആ കാലഘട്ടത്തിൽ ഭരണസമിതി അധികാരത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ റോഡ് ഇനത്തിലും നോൺ റോഡ് ഇനത്തിലും ഒക്കെ വന്ന സാഹചര്യത്തിൽ നിലവിൽ ടെൻഡർ നടപടികളും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അതിനുശേഷം പല കോൺട്രാക്ടർമാരും വർക്കുകൾ എടുത്തിട്ട് ചെയ്യാതെയും ഒക്കെ പല രീതിയിൽ പല വാർഡുകളിൽ അതിപ്പോൾ ഈ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അതായത് സിനു സോമൻ്റെ ഒക്കെ വാർഡിൽ ആദ്യ വർഷങ്ങളിൽ എടുത്ത ഫണ്ടുകൾ പോലും 3 വർഷങ്ങളായിട്ടും ചെയ്യാൻ സാധിക്കാതെ ഇവിടുത്തെ കോൺട്രാക്ടർമാർ നിരന്തരം ഭരണസമിതിക്ക് എതിരായി നിന്നുകൊണ്ടുള്ള
അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവരോട് തന്നെ ചോദിക്കണം. Okay. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരോട് തന്നെ Okay. ചോദിക്കണം. ആ. രണ്ടാമത്തെ 60% ഫണ്ട് പറയട്ടെ. വിനിയോഗിച്ച് ഒരു ഫണ്ട് പോലും ലാപ്സ് ആകാതെ പിന്നീടുള്ള ഭരണസമിതിയുടെ സമയത്ത് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് അത് സ്പിൽ ഓവർ വർക്കുകളാക്കി ഇട്ടുകൊണ്ട് പദ്ധതികൾ ഇപ്പോൾ ടെൻഡർ നടപടികൾ ആദ്യ ടൈമിൽ 98% രണ്ടാമത് മുഴുവൻ ശതമാനം ഈ 23, 24 കാലഘട്ടത്തിലെ അങ്ങനെയാണ് അവർ പറയുന്നത്. അങ്ങനെയല്ല, ഞാൻ പറയാം 23, 24 ഒരാൾ കാലഘട്ടം പറഞ്ഞിട്ട് സമയം തരാം. 21, 22 കാലഘട്ടത്തിലാണ് 98%. ഓക്കെ 23 ഞാൻ പറയാം 23, 24 കാലഘട്ടത്തിൽ 67% മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നതുകൊണ്ട് തുടർച്ചയായി ഈ ഭരണസമിതി മാറി വരുന്നത് കൊണ്ട് ആ കാലതാമസം നേടുന്നതുകൊണ്ട് ഈ പദ്ധതികൾ നടത്താൻ പറ്റാതെ വരുന്നതുകൊണ്ട് 63% മാത്രം നടത്തുകൊണ്ട് ഈ പറയുന്ന ആർക്കും തന്നെ കൂടുതൽ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാകാത്ത പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ നടത്താൻ പറ്റാത്ത സാഹചര്യം. ഫണ്ട് അതുകൊണ്ട് സർക്കാരിൽ നിന്ന് കുറവാണ് ലഭിക്കുന്നത്. ഇവിടെ ആവശ്യ സമയത്തിന് അവർ ചെലവഴിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ വാർഡിൽ പോലും ചെയ്തിരിക്കുന്ന വർക്കുകൾ സ്വന്തമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത പ്രതിപക്ഷത്തിന്റെ വാർഡുകൾ സഹിതം നിങ്ങൾക്ക് ഇവിടെ വന്ന നാളെ ഫയലുകൾ എടുത്തു നോക്കാം. ഇവരുടെ വാർഡുകളിലാണ് ഏറ്റവും അധികം, അതായത് 12ാം വാർഡ്, 1ാം വാർഡ് അടക്കമുള്ള വിവിധ വാർഡുകളിലെ വർക്കുകൾ നടത്താമെന്നുള്ള അവസ്ഥയിൽ വന്നപ്പോൾ സ്പിൽ ഓവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ വർക്കുകൾ കൊടുത്താണ്. സ്പിൽ ഓവർ പദ്ധതിയിൽ 1 വാർഡിലെ മാത്രമല്ല മുഴുവൻ വാർഡുകളിലെയും പദ്ധതികൾ സ്പിൽ ഓവർ. പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേരായതുകൊണ്ട് ഇവരുടെ ഭരണപക്ഷ ആളുകളെ ചൂണ്ടിക്കാട്ടി എൻ്റെ ഉൾപ്പെടെ ഫണ്ട് കളയാൻ നോക്കി. പക്ഷെ നടക്കാതെ നമ്മൾ പിടിച്ചതിൻ്റെ ഭാഗി ആ വർക്കുകളെല്ലാം നടന്നു. പക്ഷേ കുറച്ച് പേരുടെ ഇവരുടെ തന്നെ നടക്കാതിരുന്നതിന്റെ കാരണം മുഴുവനും ഒരു പ്രസിഡന്റ് വന്ന് 6 മാസം ആകുമ്പോഴത്തേന് അടുത്ത പ്രസിഡന്റ് ഫണ്ടുകളെല്ലാം ലാപ്സായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്തിലെ 13 എഞ്ചിനീയറിംഗ് വർക്കായി 33% നടത്താൻ പറ്റുള്ളൂ. ഏറ്റവും പരാജയമായിരുന്നു മുന്നോട്ട് ഇങ്ങോട്ട് പോയതല്ല. 13 വാർഡുകളിലും മെമ്പർമാരുണ്ടല്ലോ. 13 വാർഡുകളിലെ മെമ്പർമാർ അതാത് വാർഡിലെ ഫണ്ടുകളാണ് വിനിയോഗിക്കേണ്ടത്. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല 13 വാർഡിലെ. എന്നാൽ പിന്നെ ജനപ്രതിനിധികളെ 13 വാർഡിന് ആവശ്യമില്ലല്ലോ. ഇവരുടെ പണി പിന്നെ എന്താ? അത് കോർഡിനേഷൻ ചെയ്യുകയാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചെയ്യേണ്ടത്. വാർഡിലെ മെമ്പർമാർ പണയിക്കാനുള്ള ആർജവം ഭരണസമിതി എടുക്കേണ്ടത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് എനിക്ക് പ്രതിപക്ഷ നേതാവിനോടാണ് ചോദിക്കാനുള്ളത്. നമ്മൾ 13 മെമ്പർമാരുണ്ട്, ഒരു വികസനവും നടത്തിയില്ലെന്ന് പറയുന്നു. ഈ 13 വാർഡിൽ ഒരു വികസനം നടത്താം. അപ്പം പ്രതിപക്ഷത്തിന്റെ മെമ്പർമാർക്ക് കൊടുത്ത ഫണ്ടല്ലേ അതിലെ പോയി. അതുപോലെ ഇവിടെ പ്രസിഡന്റ് മാറിയെന്ന് പറഞ്ഞു. കൂട്ടിക്കൽ പഞ്ചായത്തിൽ എത്ര പ്രസിഡന്റുമാർ മാറി? ഇവിടെ 3 പ്രസിഡന്റ് മാറി എന്നല്ലേ പറഞ്ഞത്. കൂട്ടിക്കൽ പഞ്ചായത്തിൽ എത്ര പ്രസിഡന്റ് മാറി? പാറത്തോട് പഞ്ചായത്തിൽ എത്ര പ്രസിഡന്റുമാർ മാറി? അങ്ങനെ കേരളത്തിലെ എടുത്തു നോക്കണേ എത്ര പ്രസിഡന്റുമാർ മാറിയിട്ടുണ്ട്. അപ്പം പ്രസിഡന്റ് മാറിയതല്ല, കുഴപ്പമില്ല. മുന്നണി സംവിധാനത്തിൽ ഭരണത്തിൽ വന്നാൽ മാറി മാറി വരും. അത് ഇവിടെ ഒരുപാട് ഞങ്ങളുടെ വന്നത് അത് പറഞ്ഞേച്ചാൽ മതി. ഞങ്ങളുടെ സംവിധാനത്തിൽ വരും. ഒരേ ഭരണത്തിലിരിക്കുന്നവരും ചോദ്യം ആരോടാണ്? ഞങ്ങൾക്ക് ഈ നിൽക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇടതിനോടും വലതിനോടും ഇങ്ങേയറ്റത്ത് നിൽക്കുന്നവരോടും പറയുക, ഇവിടെ രാഷ്ട്രീയ ബോധമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കാത്ത ഒരു പറ്റം ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. ഇവിടെ നല്ലത് ചെയ്യുന്നവരെ നല്ലതെന്ന് പറയും. നിങ്ങൾ ഇത് രാഷ്ട്രീയ അടിമകൾ ഇപ്പം വളരെയധികം കുറവാണ്. നിങ്ങൾ തമ്മിലടി നിർത്തിയിട്ട് നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും. രാഷ്ട്രീയ അടിമകൾ കുറവാണിപ്പോൾ. നിങ്ങളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഇടതിനും വലതിനും തമ്മിലടിക്കുന്നു. ഇത് ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിൽ വികസനം വേണം. ഇടതം വന്നാലും വലതം വന്നാലും ഞങ്ങൾക്ക് വികസനം ഉണ്ടാവണം. ഞങ്ങൾക്ക് വികസനം ഉണ്ടാവണം. നല്ലത് ചെയ്യുന്നവന് വോട്ട് കൊടുക്കും. അടുത്ത മൈക്ക് എനിക്ക് പ്രതിപക്ഷ ഇവർ ഇതിന് മുന്നിരുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് 10-32 ലക്ഷം ലാപ്സ് ആക്കിയിട്ടാണ് പോയത്. ആ ഫണ്ട് ആരാ ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ കൊള്ളാം. ചോദിച്ചോ, മറുപടി പറയണം. ഇതിന് മറുപടി പറഞ്ഞു. ഈ മെയിൻ അയ്യപ്പന്മാര് പോകുന്ന ഈ മെയിൻ റോഡില് 50 അടി താഴ്ചയില് അപകടമായിട്ട് സാഹചര്യത്തിലാണ് കളി നിൽക്കുന്നത്. ഈ പഞ്ചായത്തിന് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവണം. ഒരു അപകടം ഉണ്ടായാൽ ഉത്തരവാദിത്വം പറയേണ്ടി വരും. മറുപടി തരാം. പഞ്ചായത്ത് ഈ പഞ്ചായത്തിന്റെ 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് ശബരിമല ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫണ്ട് ഇവിടെ കളഞ്ഞെന്ന് പറഞ്ഞു. ഈ ശബരിമല വികസന ഫണ്ടുമായിട്ട് തന്നെ ഇപ്പൊ പ്രസിഡന്റ് ഇവിടെ ഇവർ ചെയ്ത വികസന പ്രവർത്തനം എടുത്തു പറഞ്ഞു വണ്ടമ്പാല് മുതൽ ആനക്കുളം അല്ലെ അയ്യപ്പൻ താര വരെ സ്ട്രീറ്റ് മെയിൻ വലിച്ചെന്ന്. അത് ശബരിമല ഫണ്ട് എടുത്തിട്ട് തന്നെ. അതുപോലെ തന്നെ കുളിക്കടവ് ഇവിടെ പണിതെന്ന് പറഞ്ഞു. 4 പടി അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. കുളിക്കടവാകുമോ? ഈ ഭരണസമിതിയിൽ ചെയ്ത ഭക്തന്മാർക്ക് അവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ
പടി കെട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ ലൈറ്റ് ഇട്ടൊന്നല്ലാതെ വികസന സമിതിയിൽ ഇവരെന്താ പറയാനുള്ളത്? 32 ലക്ഷം രൂപ അന്ന് അനുവദിച്ചെന്ന് ഏത് ഭരണസമിതിയിൽ അനുവദിച്ചെന്നാ പറയുന്നത്? 32 ലക്ഷം രൂപ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 3 വർഷങ്ങളിലായിട്ട് കോരത്തോട് ഗ്രാമപഞ്ചായത്തിന് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 12 ലക്ഷം രൂപയാണ് ഓരോ വർഷങ്ങളിലും ശബരിമല സീസൺ ഫണ്ടായിട്ട് കിട്ടുന്നത്. 3 വർഷങ്ങളിലെ ഫണ്ട് വിനിയോഗിക്കാതെ ഇവിടെ കെട്ടിക്കിടന്ന ഫണ്ടാണ് നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം സ്ട്രീറ്റ് മെയിൻ വലിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കുന്ന മെയിൻ ആയിട്ടുള്ള പദ്ധതി നമ്മൾ നടപ്പിലാക്കി. പ്രതിപക്ഷ നേതാവിന് അറിയത്തില്ല, ഞങ്ങളുടെ കുഴപ്പമില്ല. അടുത്ത ചോദ്യം. ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിലെ ഒരു വലിയ മെമ്പറാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പം ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കോരത്തോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാന്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഈ 13 പേർക്കും ഒരുപോലെ തന്നെ അതിൻ്റെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വാങ്ങിച്ച് പറ്റിയിട്ട് ഇപ്പോൾ ആടിനെ പട്ടിയാക്കാന്ന് പറഞ്ഞാൽ ആട് ഇന്നും ആടായിരിക്കും, പട്ടി എന്നും പട്ടിയായിരിക്കും. ബഹുമാനപ്പെട്ട എന്റെ സഹപ്രവർത്തകന്റെ മെമ്പർ ടോംസിയേട്ടനോട് ഞാൻ മറുപടി പറയട്ടെ. ടോംസിയേട്ടൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ പ്രവർത്തനം നടത്തിയത് എല്ലാവർക്കും 13 പേർക്കുമല്ല, ആകെ നടത്തുന്ന അവനവന്റെ വാർഡിൽ പഞ്ചായത്തിൽ നിന്നായിരുന്ന ആ പന്ത് കൊണ്ടുള്ള വികസനമല്ല, ഒരു പഞ്ചായത്തിന്റെ വികസനം മുഴുവൻ ബാധിക്കുന്ന രീതിയിൽ പൂർണ്ണമാക്കി ഏതായാലും ഒരു വികസനം നിങ്ങൾക്ക് പറഞ്ഞാൽ പറ്റുമോ? ഏതൊരു അടിസ്ഥാന പൂർണ്ണമാക്കിയ ഒരു പ്രവർത്തനം ഇല്ല, നിങ്ങളുടെ പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. ബഹുമാനിയായ 1-ാം വാർഡിലെ മെമ്പറും പ്രതിപക്ഷ നേതാവും പറഞ്ഞതിന് മറുപടിയും കൂടെ പറയുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി കയറിയപ്പോൾ വിട്ടുകിട്ടിയ മുഴുവൻ സ്ഥാപനങ്ങളും ശോചനീയാവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് 24 അംഗൻവാടികളിൽ പാതി അംഗൻവാടികളും അൺഫിറ്റ് ആയിട്ടുള്ള അംഗൻവാടികളുടെ ലിസ്റ്റാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കോരത്തോട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 10-ാം വാർഡിൽ ജാൻസി സാബു എന്ന് പറഞ്ഞ ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളിന്റെ വാർഡിൽ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് സ്മാർട്ട് അംഗൻവാടി പണിയുവാനും അതോടൊപ്പം തന്നെ പള്ളിപ്പണി പണിയാനും ഒക്കെ അവസരമുണ്ടല്ലോ. പുതിയ സ്മാർട്ട് അംഗൻവാടികൾ 2 എണ്ണം പണിത് നമ്മുടെ നാടിനെ സമർപ്പിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. അതുപോലെ തന്നെ സ്കൂളുകൾക്ക്, നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ അല്ലാതെ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഉൾപ്പെടെ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗൻവാടിയുടെ പ്രവർത്തനത്തിന് പറഞ്ഞു. കോരത്തോട് ഗ്രാമപഞ്ചായത്തിൽ 24 അംഗൻവാടി ഉണ്ട്. അതിൽ 5 അംഗൻവാടി അൺഫിറ്റ് ആയിട്ട് വാടക കെട്ടിടത്തിലാണ് പണിയുന്നത്. ബഹുമാനപ്പെട്ട പൂഞ്ഞാർ MLA മുഴുവൻ അംഗൻവാടികൾക്കും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പണിയുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപ വെച്ച് മാറ്റിവെച്ചു. ഈ കോരത്തോട് പഞ്ചായത്തിലെ 5 അംഗൻവാടികൾക്ക് അത് നിലവിൽ അത് പൊളിച്ചു മാറ്റണമെങ്കിൽ JD-യുടെ അല്ലെങ്കിൽ PD-യുടെ അനുവാദം വേണം. ഇതിനുവേണ്ടി പലതവണ MLA വിളിക്കുന്ന കമ്മിറ്റികൾ ഇവിടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പലരും പോയി. അവർ ഈ കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കുന്നില്ല. അവസാന സമയം ഞങ്ങൾ ചെന്നപ്പോൾ അറിഞ്ഞ് മറ്റുള്ള എല്ലാ ഡിവിഷനുകളിലും അംഗൻവാടി കൊടുത്ത് ഇവിടെ അടിസ്ഥാന സൗകര്യം ഒരുക്കില്ല. അതായത് ഈ കെട്ടിടം പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റാനുള്ള ഒരു സൗകര്യം പോലും ചെയ്യാതെ ഒരു ഭരണസമിതി അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി ഞങ്ങൾ അതിന്റെ വാല്യുവേഷൻ വരെ അനുവാദം മേടിച്ച് തന്നിട്ടില്ല. ഈ ഭരണസമിതി ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അംഗനവാടിക്ക് ഫണ്ട് തരാമെന്ന് MLA പറഞ്ഞു. സത്യമാണ്. ഈ കിട്ടുന്ന തുച്ഛമായ കാലയളവ് കൊണ്ട് ഞങ്ങൾക്ക് അംഗൻവാടികളെ പൊളിച്ചു മാറ്റാൻ സാധിക്കില്ല. അതിനാണ് വാർഡിലെ മെമ്പർമാർ ചെയ്യാത്ത കാര്യം അത് അനുവാദം മേടിച്ചു. നമ്മുടെ ആദ്യം കോരത്തോട് പഞ്ചായത്തുണ്ടപ്പം നമ്മുടെ പിതാംബരൻ ആദ്യമായി പ്രസിഡന്റ് ആയിരുന്നു. ആ പിതാംബരൻ പനക്കച്ചറ സിറ്റിയിൽ വായനശാലയ്ക്ക് വേണ്ടി പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. വർഷം ഇത്രയും കഴിഞ്ഞിട്ടും അതിൻ്റെ പണി നടന്നിട്ടില്ല. അതുപോലെ തന്നെ കോരത്തോടിന് ഈ പഞ്ചായത്ത് പണിയാൻ വേണ്ടി ഒരു 25 സ്ഥലം ഇവിടെ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ CPM ഇങ്ങനെ മേടിച്ചിടുക, അതിൽ നിന്ന് അടിച്ചു മാറ്റുക, എന്നിട്ട് കുറ്റം പറയുക, ഇതാണ് CPM യഥാർത്ഥ വശം. അഴിമതി നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതല്ല പറഞ്ഞത്. പണിയാനായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ആരോപണമാണ്, സ്ഥലം മേടിച്ചു പണിതിട്ടില്ല ഇതുവരെ എന്ന് പറയുന്നു. മറുപടി UDF-ന്റെ എന്ന് ഞാൻ പറയില്ല, കാരണം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. എങ്കിലും ഞാൻ എൻ്റെ സംസ്കാരത്തിന് UDF എന്ന് പറയുന്നു. എല്ലാവരും പറഞ്ഞു, അനുകൂലിച്ചവരും എല്ലാവരും പറഞ്ഞു ഞങ്ങൾ MLA-യുടെ ഫണ്ട് കൊണ്ട് ചെയ്തു. MLA-യുടെ ഫണ്ട് കൊണ്ട് എല്ലാവരും പറഞ്ഞ ഒരു വാചകമാണ് MLA-യുടെ ഫണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ CKMS സ്കൂളിൽ ഈ വർഷം 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് 15 വയസ്സ്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ MP ആയിരുന്ന ഒരാൾ ഇപ്പോഴും MP ആണ്. ആ MP-യുടെ ഫണ്ട് മേടിച്ചുകൊണ്ട് പറഞ്ഞോ മറുപടി പറയട്ടെ. ഞാൻ ജനാധിപത്യത്തിന് നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നേ. അത് ഞാൻ ഉത്തരം പറയാൻ സമയം തന്നിരിക്കുന്നു. പറഞ്ഞു 15 വർഷമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ UDF-ന്റെ പ്രതിനിധികൾ പറഞ്ഞാൽ ഞാൻ തിരുത്താം. 15 വർഷക്കാലമായിട്ട് ഇവിടെ MP ആയിരുന്ന ബഹുമാന്യായ ആന്റണിയുടെ ഫണ്ട് കൊണ്ട് ഈ കോരത്തോട് പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു വികസന പദ്ധതിയിൽ പണം മുടക്കി എന്ന് കൃത്യമായി പറയണ്ടേ? എന്റെ അറിവ് ശരിയാണ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വന്നേ. സംസാരിച്ച സമയം തരാം. അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് വന്നേ.
നിങ്ങളുടെ വേവലാതിയും വെപ്രാളോ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വാ. പെട്ടെന്ന് വാ. നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ പറയുന്നത്, തിരുത്താൻ ഞാൻ തയ്യാറാ. ഈ അടുത്ത കാലത്ത് 5-ാം വാർഡിൽ ഒരു 10 ലക്ഷം രൂപ അനുവദിച്ചെന്നും പറഞ്ഞ് ബഹുമാനായ MP-യുടെ പേരിൽ ഒരു ഫ്ലെക്സ് വെച്ചു. MP-യുടെ ലെറ്റർ പാഡിൽ 10 ലക്ഷം രൂപ അനുവദിച്ചു. അതിന് AS ഉണ്ടോ TS ഉണ്ടോ അംഗീകാരം കിട്ടിയതാണോ ഒന്നുമല്ല എന്ന വസ്തുത നിലനിൽക്കെ ഈ 15 വർഷക്കാലം ഞാനും നിങ്ങളും MP എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഒരു ആംബുലൻസിന് പണം കൊടുത്തതല്ലാതെ കണ്ട് ഏതെങ്കിലും വികസന കാര്യത്തിൽ 5 വർഷമായിട്ട് ഒരു സ്മാരകം നിലനിൽക്കുന്നു. പ്രിയപ്പെട്ട UDF-കാരാ, ഇതാണ് ഒരു പഞ്ചായത്ത് ഓഫീസ്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു നീലപ്പടത ഇവിടെ കെട്ടിയില്ലേ? അങ്കൂശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് നിന്നെ വിളിക്കും. ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഇല്ലെന്ന് ഞാൻ അങ്ങോട്ട് വരുവാന്നേ. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ആ കെട്ടിടം സ്ഥലം മേടിച്ചിട്ട് കെട്ടിടം പണിതിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വന്നേ പ്ലീസ്. ഉത്തരവുണ്ട്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ, ഗ്ലാസ്, പ്ലൈവുഡ്, ഡോർ ലോക്സ്, ഫിറ്റിംഗ്സ് ആൻഡ് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ. ഏഷ്യൻ, ബർജർ, ഇൻഡിഗോ, നെറുലക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർഷിപ്പ്. സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഒരുക്കുന്നു ടൂൾസ്, മൾട്ടിവുഡ്, പ്ലൈവുഡ്, WPC, ഗ്ലാസ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർസ്.
പവർ ടൂൾ ഉൽപ്പന്നങ്ങൾ റെന്റിൽ ലഭ്യമാണ്. സാഫ ഗ്രൂപ്പ്, സാഫ പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ്, സാഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, പത്തനാട്. ബഹുമാന്യായ എൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ബാബു ചോദിച്ച 2 ചോദ്യമുണ്ട്. വ്യക്തിപരമാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വാങ്ങിയ ഭൂമി, അത് കെട്ടിടം വന്നിട്ടില്ല ഇതുവരെ. ഭൂമി വാങ്ങിയതാണ്. ഓക്കെ, കെട്ടിടം വന്നില്ല, രണ്ടാമത് ചർച്ച ചെയ്യാം. ഓക്കെ, ഭൂമി വാങ്ങിയത് 10 സെന്റ് എന്നാ പറഞ്ഞേ. അല്ല, എത്രയായിരുന്നു? ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് രേഖ കിട്ടിയെന്ന് അറിയത്തില്ല. അല്ലാന്ന് ഞാനിപ്പോ പറയുന്നുള്ളൂ. ആ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഞാൻ പരസ്യമായി UDF അനുകൂലിക്കുന്ന ആരുമായിക്കോട്ടെ, 1 രൂപ LDF നേതാക്കന്മാരോ ഭൂമി വാങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റോ അതിനകത്ത് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം ഇന്നിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ രേഖയുണ്ടോ? തെളിവുകളുണ്ടെങ്കിൽ നടപടിയാണ്. തെളിവ് കാണിക്കാൻ തയ്യാറാണ്. ഇപ്പൊ വേണ്ട. ഞാൻ ഈ പണി പ്ലീസ് ഒന്ന് ശാന്തരായി. നമുക്ക് ഹലോ പ്ലീസ് ശാന്തരായിക്കേ പ്ലീസ്. എല്ലാരും ഒന്ന് സഹകരിച്ചേ പ്ലീസ്. സഹകരിച്ചേ ഇല്ലില്ല പ്ലീസ്. നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. പ്ലീസ് ഒന്ന് ഇരുന്നേ. ശാന്തരായിക്ക്. ഓക്കെ ചേട്ടൻ അവിടെ പോയിരുന്നേ. അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം. ഒരു മിനിറ്റ് പ്ലീസ്. പറഞ്ഞോ. ബഹുമാനായ മുൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ VN പീതാംബരൻ ചേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു 5ാം വാർഡിൽ ബഹുമാനായ MP അനുവദിച്ച ഫണ്ട് എവിടെ? അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. 5ാം വാർഡിലെ മെമ്പർ ഇവിടെ ഉണ്ട്. ആ ഫണ്ട് എന്ത് ചെയ്യുന്നു? അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ AS-ഉം TS-ഉം പദ്ധതികളെല്ലാം പൂർത്തിയായി. അധികം താമസിയാതെ ഇലക്ഷൻ ഡിക്ലെയർ ആയതുകൊണ്ട് മാത്രം ടെൻഡർ നടപടികൾ നടക്കാതിരുന്നതാണ്. അതിന്റെ വർക്കുകൾ പൂർത്തിയാകാനുള്ള ആർജവും ആ വാർഡിലെ മെമ്പറിനുണ്ട്. ആ ജനങ്ങൾക്കും ആ വാർഡിലെ ജനങ്ങൾക്കും അത് കറക്റ്റ് ആയിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്ത കാര്യം തന്നെ. ചോദ്യം ആരോടാണ്? ഭരണപക്ഷത്തോടാണ് ചോദ്യം. നമ്മുടെ ഭരണപക്ഷത്തിന്റെ ഭരണ നേട്ടങ്ങളായി ആദ്യം കുറേയധികം കാര്യങ്ങൾ ശ്രീമതി സന്ധ്യ വിനോദ് ഇവിടെ എണ്ണി പറഞ്ഞു. അതെല്ലാം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം അവരുടെ നേട്ടങ്ങളായി ഇവിടെ ചിത്രീകരിച്ചത്. കോരിത്തോടിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറ്റേതൊരു പഞ്ചായത്തിനെ അപേക്ഷിച്ച് കോരിത്തോടിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിരവധിയായ കാര്യങ്ങൾ ചെയ്തു. അതിൽ പ്രധാനമാണ് മുണ്ടക്കയം മുതൽ പമ്പാവാലി വരെയുള്ള സ്റ്റേറ്റ് ഹൈവേ ആയിട്ടുള്ള ഈ റോഡ്. ഇത് BMBC നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി 22 കോടി രൂപ അനുവദിച്ചു. അതുപോലെ ഇവിടെ ഏറ്റവും അധികം കോരിത്തോട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഇപ്പോൾ വന്യമൃഗ ശല്യത്തിൻ്റെ കാര്യം പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ഭരണ നേട്ടമായി പറയുമ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ബഹുമാനായ ആന്റോ ആന്റണി MP ഇവിടെ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ഏതാണ്ട് 20 ലക്ഷത്തിലധികം രൂപ അനുവദിച്ചതായി ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വേലി പണിയാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നോ? കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ചക്കളത്തി പോരാട്ടം നടത്തിയ ഭരണസമിതി. ആദ്യത്തെ പ്രസിഡന്റ് മാറിയപ്പോൾ 2ാമത്തെ പ്രസിഡന്റിനെ പാരവെക്കുക. ഞാനാണ് മികച്ച പ്രസിഡന്റ് എന്ന് വരുത്താൻ വേണ്ടി 2ാമത്തെ പ്രസിഡന്റിനെ പാരവെക്കുന്ന സമീപനവുമായാണ് കോൺഗ്രസിന്റെ ഭരണസമിതി പോയത്. അതോടൊപ്പം ഈ പഞ്ചായത്തിൽ ഒരു പ്രത്യേകിച്ച് ഫ്രണ്ട് ഓഫീസിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി. 10 ലക്ഷത്തോളം രൂപ നടക്കി ഈ പഞ്ചായത്തിന് ഫ്രണ്ട് ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. 3 വർഷക്കാലമായിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഫ്രണ്ട് ഓഫീസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടെടുത്ത് ഏതാനും പെയിന്റ് പീപ്പുകളല്ലാതെ ഇന്ന് ഒരു ഫ്രണ്ട് ഓഫീസ് പോലും യാഥാർത്ഥ്യമാക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞില്ല. 5 വർഷം മുമ്പ് ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി പോയപ്പോൾ പെയിന്റ് പൂശിയ ഈ പഞ്ചായത്ത് 5 വർഷം കഴിഞ്ഞിട്ട് ഒന്ന് പെയിന്റ് പൂശാൻ പോലും കഴിയാത്ത ഭരണ നേട്ടമെന്ന് പറയാൻ നാണമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും വലിയ ഭരണസമിതിയുടെ നേട്ടമായി പറയുന്ന ഈ PHC കെട്ടിടം, PHC കെട്ടിടത്തിന് വേണ്ടി അന്നത്തെ ഭരണസമിതിയുടെ കാലത്ത് 3,58 ലക്ഷം രൂപയാണ് NHM ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നത്. അങ്ങനെ അനുവദിക്കുമ്പോൾ നിലവിലുള്ള PHC പ്രവർത്തിക്കുന്നിടത്ത് സ്ഥലപരിമിതിയുണ്ട് അവിടെ ഈ കെട്ടിടം പണിയുന്നതിന് വേണ്ടി. അതിനുവേണ്ടി പുതിയതായി
പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി 50 സെന്റ് സ്ഥലം അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രാജന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയെ സന്ദർശിച്ച് ഈ പഞ്ചായത്ത് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 50 സെന്റ് സ്ഥലം കിട്ടിയത്. 50 സെന്റ് സ്ഥലം കിട്ടി അതിന് ആവശ്യമായി ആശുപത്രി പണിയുന്നതിന് വാപ്കോസ് എന്ന് പറഞ്ഞ ഏജൻസി ആ പദ്ധതി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ കോവിഡിൻ്റെ കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിട്ടാണ് ഞങ്ങളുടെ ഭരണസമിതി അധികാരമൊഴിയുന്നത്. അതിനുശേഷം വന്ന ഇവരുടെ ഭരണസമിതി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ 1.5 വർഷക്കാലം ആ പദ്ധതി എവിടെ നടത്തണം എന്നറിയാതെ ഇത് കൊണ്ടു നടന്നു. 2020 വന്ന ഭരണസമിതി 2022 വീണ്ടും ഒരു നിർമ്മാണ ഉദ്ഘാടനവുമായി വരുന്നത്. അതിൻ്റെ കാരണം കഴിഞ്ഞ UDF ഭരണസമിതിക്ക് അപവാദമായി ഇവിടെ 2 പ്രശ്നങ്ങൾ നിൽപ്പുണ്ട്. 2010 ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ധ്യാ വിനോദും CC തോമസും അടങ്ങിയ ഭരണസമിതി കോരുത്തോട്ടിലൊരു ബസ് സ്റ്റാൻഡിന് വേണ്ടി സ്ഥലം വാങ്ങി. എന്തേ ഈ 10 വർഷം കഴിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡ് അവിടെ യാഥാർത്ഥ്യമാകാത്ത മറുപടി പറയണം. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീമതി വിജയമ്മ ബാബുവിന്റെ കാലത്ത് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഒരു അയ്യപ്പ വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞൊരു കെട്ടിടം ഉണ്ടാക്കി. എന്തേ ആ കെട്ടിടം എവിടെ? ആ കെട്ടിടം എവിടെ? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, അതിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ബഹുമാനായ മുൻ പ്രസിഡന്റ് സുധീർ ഇവിടെ സൂചിപ്പിച്ചു, പഞ്ചായത്ത് ഓഫീസിൽ ഒരു പെയിന്റ് പോലും ചെയ്യാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല എന്ന്. സത്യമാണ്. ഞങ്ങളിരിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് വളരെ വലിയ ഭംഗിയാക്കി വെച്ച് മോടി പിടിപ്പിച്ച് അവിടെ കയറി ഇരിക്കാനല്ല ഭരണസമിതി നോക്കിയത്. വികസനങ്ങൾ നാടിന് വേണ്ടി നടത്താനാണ് ഈ ഭരണസമിതി മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നത് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ 14 ലക്ഷം രൂപയാണ്, സുധീർ പറഞ്ഞാൽ 10 ലക്ഷമല്ല, 14 ലക്ഷം രൂപയാണ് പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് ACP വർക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിൻ്റെ സംവിധാനങ്ങൾ ചെയ്യുവാനും. അതുപോലെ തന്നെ പഴയ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെങ്കിൽ പല ഹോളുകളും വാടകയ്ക്ക് എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മുകളിൽ ഒരു ഹോള് പണിയുക എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ വാട്ടർ സപ്ലൈ സ്കീമിൽ നിന്ന് വെള്ളം മുടങ്ങിയാൽ കുടിവെള്ളം പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സ്വന്തമായി കുഴൽക്കിണറുകൾ നിർമ്മിച്ച് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുവാൻ ഈ ഭരണസമിതി. പ്രതിപക്ഷത്തിനോടാണ് ചോദിച്ചത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാർഡുള്ള പ്രവർത്തകനാണ്. നമ്മുടെ കോരുത്തോട് പഞ്ചായത്തിൽ 33 വർഷമായിട്ട് ഒരു അംഗൻവാടി വാടകക്കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പഞ്ചായത്ത് സ്ഥലം വാങ്ങി ജില്ലാ പഞ്ചായത്തിനോട് 20 ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു അംഗൻവാടി കെട്ടിടം പണിത് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അവിടെ പങ്കെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞത്, കോരുത്തോട് പഞ്ചായത്തിൽ ഏറ്റവും വലിയ ടാങ്ക് 5 ലക്ഷം ലിറ്ററിൻ്റെ ടാങ്ക് പണിത് 10 സെൻറ്റ് ഭൂമി മേടിച്ചു. അത് ടാങ്കിൻ്റെ 99% തീർത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് 1 കോടി രൂപ, ഇതിപ്പോൾ പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ടാണ് നമുക്കത് സാധിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കൃത്യമായിട്ട് നടത്തിയാണ്. 1 കോടി രൂപ. രണ്ടാമത് നമ്മുടെ അവിടെ അംബേദ്കർ ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചു. അതിന് 1 കോടി രൂപ അവിടെ നമ്മുടെ വാർഡിൽ അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വാർഡിൽ തന്നെ ഒരു 2.25 കോടി രൂപയുടെ വികസന പരിപാടികളാണ് നടത്തിയിരിക്കുന്നത്. മറുപടി ഞാൻ പറയാം. പഞ്ചായത്ത് എന്ത് ചെയ്തെന്നാ ഞങ്ങളും ചോദിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് ചെയ്തു. സർക്കാരിന്റെ പദ്ധതിപ്പെടുത്തി 1 കോടി രൂപയുടെ ഉന്നതിയിൽപ്പെടുത്തി. സർക്കാരിന്റെ പരിപാടി അല്ലാതെ കോഴിക്കോട് പഞ്ചായത്തിന്റെ അല്ല. ഈ 1 കോടി രൂപ അനുവദിച്ചെന്ന് ഈ ചേട്ടൻ പറയുന്നു. ഈ ചേട്ടൻ പറയുന്നത് കോഴിക്കോട് പഞ്ചായത്ത് അനുവദിച്ചാണോ ചേട്ടാ പറയുന്നത്? സർക്കാരിന്റെ പദ്ധതി അത്. അല്ലാതെ ഈ പഞ്ചായത്ത് MLA അംബേദ്കർ ഗ്രാമപ്രകാരം 1 കോടി രൂപ 504 സങ്കേതത്തിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. അല്ലാതെ കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചല്ല ഈ 1 കോടി. ഈ ഭരണസമിതി അതിനകത്തൊരു നടപടി എടുത്തിട്ടുണ്ടാവില്ല. കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായതല്ലാതെ കേരളം ഭരിക്കുന്ന സർക്കാർ ഓരോ പഞ്ചായത്തുകൾക്കും വിഹിതം നൽകുക കേരളം ഭരിക്കുന്ന സർക്കാരാ. അല്ലാതെ കോഴിക്കോട് പഞ്ചായത്തിന് ഇതിൽ ഇവിടുന്ന് പൊഴിച്ചുകൊണ്ട് വരാനുള്ള മാർഗങ്ങളൊന്നും കോഴിക്കോട് പഞ്ചായത്തിന് അനുവദിച്ച ഫണ്ടുകൾ മുഴുവൻ പൂർത്തിയാക്കി ആ വികസനം ഇവിടെ നടത്തിയൊന്ന് കോഴിക്കോട് പഞ്ചായത്ത് സർക്കാർ വികസനം നടന്നല്ലോ. അടുത്ത ചോദ്യം വികസനം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ജില്ലാ പഞ്ചായത്തിന്റെ 35 വർഷമായിരുന്ന ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തെ ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ അംഗം തരണം. അടുത്ത ചോദ്യത്തിലേക്ക് ആരോടാ? എന്റെ സുഹൃത്ത് ഷൈൻകുമാർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി എത്ര രൂപ നമ്മുടെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ടത് ലാപ്സാക്കിയിരുന്നു. അതിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾ പറഞ്ഞിട്ടില്ല. 98% നടപ്പിലാക്കി പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടില്ല. ഇല്ല, ഈ
ഈ ഭരണസമിതി സ്പടിക സിനിമയിൽ അവസാനം 27%. സ്പടിക സിനിമയിൽ പറയുന്ന പോലെ ചാക്കോ മാഷിന്റെ നിങ്ങൾ ഏതൊരു കാര്യം പറഞ്ഞാലും ഭൂരിപക്ഷം പറഞ്ഞോണ്ട് പോവാ ഇവിടെ. അല്ല ഞാൻ മറുപടി വേണ്ട. ഏതൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദ്യം അതിന്റെ പ്രശ്നം, സാങ്കേതികമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ രേഖകളിലൂടെ ഹാജരാക്കും. ചാക്കോ മാഷിന്റെ 100 ഭവനകത്ത് തോമസിന്റെ നെക്ലസ് മുങ്ങിപ്പോയി. ഒന്നുമല്ല, ഉത്തരം മുട്ടില്ല. എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിരുന്ന് ഉറങ്ങുമായിരുന്നോ എന്നൊരു ചോദ്യം. പ്രതിപക്ഷം ഇവിടെ ഇരുന്നിട്ട് എത്ര ഞങ്ങൾ വിയോജന കുറിപ്പുണ്ട്. ഇവര് ഭൂരിപക്ഷ തീരുമാനം എന്ന് പറഞ്ഞോണ്ട് ഇവര് പദ്ധതി നടക്കുക. ഭൂരിപക്ഷ തീരുമാനം എല്ലാം പേപ്പറിൽ ഒതുങ്ങും. ഞങ്ങളുടെ വിയോജി പേപ്പർ എത്ര ഉണ്ടെന്ന് നിങ്ങൾ വിവരാവകാശം വെച്ചെടുക്കും. അടുത്ത ചോദ്യം. ബഹുമാനപ്പെട്ട ഭരണസമിതി അംഗത്തിനോടാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ സ്വന്തമായി ഫണ്ടില്ല. ആ സ്വന്തമായി ഫണ്ടില്ലാത്തതുകൊണ്ട് മറ്റു ഫണ്ടുകൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞതിൽ ഒരു 90% നമ്മുടെ പ്രിയപ്പെട്ട MLA ഫണ്ടാണ് ഇവിടെ കൊണ്ട് കൊടുത്തത്. അത് MLA കൊടുക്കാൻ ബാധ്യതയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സ്വന്തം MP ഒരു ഫണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട പീതാംബരൻ ചേട്ടൻ ചോദിച്ച 1-2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. അതായത് MP ഫണ്ട് എന്ന നിലയ്ക്ക് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മറുപടി പറഞ്ഞത് അതിൻ്റെ ST പിന്നെ AS TS ആകുന്ന മുറയ്ക്ക് നടക്കുമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചല്ല ചോദ്യം. അതിന് മുമ്പ് ഒരു 3 കൊല്ലം മുമ്പ് കണ്ടങ്ങത്തിന് പോകുന്നിടത്തൊരു ബോർഡ് ഇരിപ്പുണ്ട്. വാർഡ് മെമ്പറുടെയും പിന്നെ അതുപോലെ MP മുഖം പോലും കാണാൻ പറ്റാത്ത പോലെ മാഞ്ഞുപോയി. ഇന്ത്യ ഫണ്ട് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ അവിടുത്തെ ആൾക്കാരുണ്ട്, അവരിപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെയാണ് ചോദ്യം ചോദിച്ചത്. ആ ചോദ്യമാണ് പീതാംബരൻ ചേട്ടൻ ചോദിച്ചത്. പിന്നെ വേറെ കാര്യം കൂടെ, 1-2 കാര്യം കൂടെ. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ജാൻസി സാബുവിന് യാതൊരു ഉത്തരവാദിത്വമില്ലാതാണ് നമ്മുടെ 504 ഒരു പിന്നെ അംഗൻവാടിയുടെ കാര്യം പറഞ്ഞു. സ്മാർട്ട് അംഗൻവാടി ആര് കൊണ്ടുവന്നാണ് ഫണ്ട്? ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അത് അറിഞ്ഞില്ല. അറിയാവോ? അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്തിയിട്ടില്ല അവിടെ. എന്നിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയാണ് ഈ ഫണ്ടുകളൊക്കെ പറഞ്ഞൊക്കെ. അതാണ് അങ്ങനെയാണ് ഫണ്ടുകൾ പറഞ്ഞത്. അങ്ങനെയാണ് പഞ്ചായത്തിന് നടന്ന ഫണ്ടില്ല. ജില്ലാ പഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്തിന് ഉൾപ്പെടെ ഫണ്ടുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 15 കൊല്ലം MP ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇയാൾക്ക് നമ്മുടെ പ്രതിനിധി ആന്റോ ആന്റണി എന്ത് ചെയ്തിട്ടുണ്ട് ഈ കോരത്തോട് വേണ്ടി? ആന്റണി MP 3 തവണ നമ്മുടെ ജനപ്രതിനിധിയായിട്ട് ഇവിടെ ഇരുന്നു. 4ാമത്തെ തവണ കഴിഞ്ഞ ഭൂരിപക്ഷത്തേക്കാൾ ബഹുഭൂരിപക്ഷം മുന്നിലാണ് അയാൾ വീണ്ടും ജയിച്ചത്. എന്തൊക്കെ ചെയ്തു? കൂടുതൽ ഭൂരിപക്ഷം കിട്ടുമ്പോ കൂടുതൽ വികസനം നടത്തണ്ടേ? ഭൂരിപക്ഷം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറുപടി കേട്ടെ. പറഞ്ഞു. പിന്നെ നമ്മുടെ അവിടെ ഒരു സുഹൃത്തൊരു ചോദ്യം നമ്മുടെ സുധീർ ഒരു ചോദ്യം ചോദിച്ചു. ആന്റോ ആന്റണി എന്തുകൊണ്ടെന്ന് അതാ ചോദ്യം. പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാ. 10 വർഷമായി ഭരിക്കാൻ വേണ്ടിയിട്ടാണോ? ആ 10 വർഷം ഭരിക്കാനിരിക്കെ ചെയ്ത് പഞ്ചായത്ത് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. ആ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യണം? ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാ കൊണ്ടിരുന്നേ? MP ഫണ്ടിന്റെ കാര്യം ചോദിക്കുന്നത്. MP പല ഫണ്ടും കൊടുത്തിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് ഇല്ല, അതുകൊണ്ടാ ആ കണ്ണ് നിങ്ങൾക്ക് ഇല്ല, അതുകൊണ്ടാണ് MP ചെയ്ത ഏതെങ്കിലും പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റോ UDF-ന്റെ പ്രതിനിധിയായിരിക്കുന്ന എന്റെ സുഹൃത്തോ ഉത്തരം തരാത്തടത്തോളം കാലം ഇവരുടെ MP അല്ല. ഇവരുടെ MP അല്ലെന്നേ. ഒന്ന് സൈലന്റ് ആക്കി. ഇവിടെ പറയട്ടെ, പറഞ്ഞോട്ടെ. 15 വർഷക്കാലമായിട്ട് ഇവിടെ MP ആയിരുന്ന ഒരു ജനപ്രതിനിധി ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയാൻ ഈ നാട്ടിലെ കോൺഗ്രസിന് ധാർമ്മികമായ ഉത്തരവാദിത്വം. പറഞ്ഞോ. ബഹുമാനായ പീതാംബരൻ ചേട്ടൻ അടക്കം
ഇവിടെ കുറേ ആളുകൾ കൈയടിച്ച് പാസ്സാക്കിയ ആ പദ്ധതി അല്ലെങ്കിൽ MP ആന്റോ ആന്റണി എന്ത് ചെയ്തു എന്നുള്ളതിന് മറുപടി പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ്. ഞങ്ങൾ അതിന് മറുപടി തന്നെ പറയാം. കാരണം ആന്റോ ആന്റണി ഇവിടെ എന്ത് ചെയ്തു? കോർത്തോട് പഞ്ചായത്ത് ഭരണസമിതി ചെയ്ത വികസന നേട്ടങ്ങളെ ആന്റോ ആന്റണിയിലൂടെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം 15 ലക്ഷം രൂപ 11ാം വാർഡ് ചകിരിമേട് ഭാഗത്തുള്ള CN രാജേഷിന്റെ വാർഡുകളിൽ റോഡിന് അനുവദിച്ചു. എന്റെ വാർഡിൽ 5 ലക്ഷം രൂപ അനുവദിച്ച ഫണ്ടുകൾ ഉടനെ നടപ്പിലാകും. കോർത്തോട് സ്കൂളിന് 15 പറയട്ടെ എല്ലാവർക്കും സമയം തരാം. പറയാം സമയം തരാം പ്ലീസ് പറയട്ടെ പറഞ്ഞു. ഇലക്ഷന് മുമ്പ് ആന്റോ ആന്റണിയുടെ ഇലക്ഷന് മുമ്പ് പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ് 5 ലക്ഷം രൂപ അനുവദിച്ചത്. ഇലക്ഷൻ ഡിക്ലെയർ ആയ സാഹചര്യത്തിൽ ആ ഫണ്ട് വിനിയോഗിക്കാൻ സാധിച്ചില്ല. വീണ്ടും അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പുതിയ പദ്ധതിയിൽ നിന്ന് വീണ്ടും അനിലെ മറുപടി ഉത്തരം പറയുമ്പോൾ നിങ്ങൾ കേൾക്കാനുള്ള പ്ലീസ്. അടുത്ത ചോദ്യം ആർക്കാ ചോദിക്കാനുള്ളത്? അവിടെ ചോദിക്കാം, പെട്ടെന്ന് ചോദിക്കാം. പ്ലീസ് സമയം തരാം. ചോദിക്കൂ. ചോദ്യം ചോദിക്കാൻ ജനങ്ങൾക്ക് അവസരം തന്നാൽ നിങ്ങൾ തരണം. നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നല്ല കാര്യം. ജനപ്രതിനിധികളോടാ ചോദിക്കാനുള്ള. ആരോടാ? എനിക്ക് ചോദിക്കാനുള്ള ജനപ്രതിനിധികളാണ്. അത് പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷവും ഇല്ല. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും അടുത്ത പ്രാവശ്യം മാറി വരും. ജനപ്രതിനിധികളും ഞങ്ങൾ ശബരിമല ബേസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സ്വാമിമാർക്ക് വരുമ്പോൾ ഒരുപാട് ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഞങ്ങൾക്ക് ഇവിടെ സ്വാമിമാരുടെ വണ്ടി കൊണ്ടിടാനും അതുകൊണ്ടുള്ള സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെ ഒരു പാർക്കിംഗ് വേണം. അതിനെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ? അതുപോലെ ഇവർ ചോദിച്ച ഒരു കാര്യങ്ങളോടെ MP എന്ന് പറഞ്ഞ ആളുടെ പേര് ഇപ്പൊ മേഡം പറഞ്ഞപ്പോഴേ ഞങ്ങൾ നാളെ ഞങ്ങൾ കാണാറില്ല. എനിക്കൊന്ന് പറയാനുണ്ട്. ഇവിടെ ഇവിടുത്തെ മറുപടി പാർക്കിങ്ങുമായി ചോദിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയം തന്നിരിക്കുന്നു. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ആ ചോദ്യത്തിന് മറുപടി പറ. ചോദ്യത്തിന് മറുപടി പ്ലീസ്. തരാം. മറുപടി തന്നിട്ട് ഒരു പാർക്കിംഗ് കാര്യം ചോദിച്ചു, അതിന് മറുപടി പെട്ടെന്ന്. ഇവിടെ ഈ പഞ്ചായത്തിലെല്ലാം പോകുന്നിടത്തോളം കാലം ഈ ഭരണസമിതി ഇവിടെ ഉണ്ടെങ്കിൽ ഈ സ്വാമിമാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ പഞ്ചായത്തും കാണും എന്ന് വെച്ചാൽ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ട് പെട്ടെന്ന്. ബഹുമാനായ ചേട്ടാ, ഞാൻ അതിന്റെ മറുപടി ചേട്ടന്റെ പേര് എനിക്കറിയില്ല എങ്കിലും പ്രസക്തിയില്ല. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചോദിച്ചു. ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി ഈ കോർത്തോടിന് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു കമ്പർ സ്റ്റേഷൻ ആയിരുന്നു. ഒരു കമ്പർ സ്റ്റേഷന് വേണ്ടി 2 വർഷങ്ങളിൽ 10 ലക്ഷം രൂപ വീതം മാറ്റിവെച്ച് പല മേഖലകളിൽ സ്ഥലം അന്വേഷിച്ച് നടന്ന ഒരു ഭരണസമിതിയാണിത്. നമ്മുടെ പഞ്ചായത്ത് സ്ഥലം കിട്ടുന്ന 1 സെന്റ് സ്ഥലത്തിന് 3 ലക്ഷം രൂപ. ഗവൺമെന്റിന്റെ നോൺസ് അനുസരിച്ച് വാല്യൂ അനുസരിച്ച് നമുക്ക് ആ സ്ഥലം മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കമ്പർ സ്റ്റേഷൻ പോലും നമുക്ക് നിലവിലിവിടെ പണി കഴിപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്ഥല സൗകര്യവും സ്ഥലപരിധിയും കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പാർക്കിംഗ് ബുദ്ധിമുട്ടുള്ളത്. നിലവിലിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലം അവിടെ വാങ്ങിച്ചിട്ട സ്ഥലത്ത് ഈ പറയുന്ന കല്ലുകളും മണ്ണുകളും ഒക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഭരണസമിതി തീർച്ചയായിട്ടും UDF ഭരണത്തിൽ വരും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭരണസമിതി വന്നാൽ തീർച്ചയായിട്ടും അവിടുത്തെ മണ്ണുകൾ നീക്കം ചെയ്തുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ. ഞാൻ ഇവിടെ 6ാം വാർഡ് നിവാസിയാണ്. അപ്പോൾ എനിക്ക് പഴയ 5ാം വാർഡ് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് ഇപ്പൊ കിട്ടണം. ഈ ആന്റോ ആന്റണിയുടെ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതെന്ന് ആ റോഡ് ചെയ്യും. ഒരു 100 മീറ്റർ ആണ് ഞങ്ങൾ ചോദിക്കുന്നത്. 5 ലക്ഷം പറയാൻ പറ്റട്ടെ. അവിടെ പഞ്ചായത്ത് ഏറ്റെടുത്ത അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഒരാളുണ്ടായിരുന്നു. അതായത് നടുവ് തളർന്നു കിടക്കുന്ന ഒരാൾ, അതായത് 2 പെൺമക്കളാണ്, നടുവ് തളർന്നു കിടക്കുക, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അയാൾക്ക് എൻ്റെ വീടിൻ്റെ മണ്ടേ കൊണ്ടുവന്ന് സ്ഥലം കണ്ടെത്തി കൊടുത്തത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അതായത് കിടപ്പ് രോഗികൾ, അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുള്ളവർ എല്ലാവരും മണ്ടേ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ എന്ന് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. അതുപോലെ തന്നെ ഒരു 5 ലക്ഷം രൂപ ആ റോഡിന് ഇടാൻ പറ്റില്ലാത്തൊരു ആ വാർഡിലോട്ട് ഓടി വെച്ച് വരണ്ട. ഞങ്ങൾക്ക് അത് പറയണം. ഉത്തരം. അതെ, രണ്ട് പാർട്ടിക്കാരോട് ഞങ്ങൾ പറയാണ്. 3 പാർട്ടിക്കാരുണ്ട്. 3 പാർട്ടിക്കാരും ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാണ്,
അതുപോലെ തന്നെ ഈ അതിദരിദ്രന് പഞ്ചായത്ത് ഏറ്റെടുത്ത അതിദരിദ്രൻ എവിടെ പോയി? നിങ്ങൾ അന്വേഷിച്ചോ? ഇവിടുത്തെ പട്ടികജാതിക്കാരൻ അന്വേഷിച്ചോ? ആരും അന്വേഷിച്ചില്ല. ഞാൻ ചോദിക്കുന്നത് അതല്ല, പല സംഘടനകളും ഈ നാട്ടിലുണ്ട്. അവൻ എവിടെയാണ്, അവൻ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കണം. പഞ്ചായത്ത് കണ്ടെത്തിയ സ്ഥലം ഒരു മനുഷ്യൻ അവിടെ നടന്നു കയറി ചെല്ലാൻ പറ്റത്തില്ല. ആരാണിത് കണ്ടെത്തി കൊടുത്തത്? എനിക്കിതായിട്ട് ഞാനൊരു മറുപടി പറയട്ടെ. ഇപ്പൊ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് ഇപ്പൊ ഇവിടെ പറഞ്ഞായിരുന്നു, MLA 15 വർഷത്തിന്റെ കാലത്തെ ഭരണ നേട്ടം പറഞ്ഞപ്പോൾ ഇപ്പൊ ഒരു 5 ലക്ഷം രൂപ ഇപ്പൊ അനുവദിച്ചു എന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ കോത്തടിയിൽ അനുവദിച്ചു. ഈ 15 വർഷം കൊണ്ട് MP ആകെ അനുവദിച്ചതാണ് ഈ 15 ലക്ഷം. വേറൊരു കാര്യം എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ട് വശം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ ആവുന്നതിന് വേണ്ടി MP ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് 15 ലക്ഷം. ഈ 5 വർഷമായിട്ടും ഞങ്ങൾ ഈ 15 ലക്ഷം കണ്ടിട്ടില്ല. നമുക്ക് അതിലേക്ക് വരാം. അദ്ദേഹം ചോദിച്ചു 5 ലക്ഷം 5 ലക്ഷത്തിന്റെ കഥയാണ് ഞാൻ പറയാൻ അനുവാദം തരിക. ഏതാ ആര് ഇല്ലെന്നേ, മറുപടി സമയം തരാന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞത്, അങ്ങനെ തന്നെ പറഞ്ഞേ. മറുപടി. ബഹുമാനായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെ തന്നെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. 100% ഈ ദൃശ്യ ചാനലിന്റെ ഈ പോരാട്ടം എന്ന പരിപാടിയെ സാക്ഷി നിർത്തിക്കൊണ്ട് 100% പറയുന്നു, നിങ്ങളുടെ ആ 5 ലക്ഷം രൂപ അവിടെ ഒരു കാരണവശാലും ലാപ്സായി പോയില്ല. 100% അവിടെ വർക്കുകൾ പൂർത്തീകരിച്ച് തന്നിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയാണ്. കാര്യമൊന്നും നിങ്ങൾ MP-യുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ ഭരണസമിതി അതിദാരിദ്ര്യമുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? പ്പെട്ട ഒരാള് അദ്ദേഹത്തിന് അവിടെ സ്ഥലം അടിച്ചു കൊടുത്തത് അദ്ദേഹത്തോട് നിയമപരമായി നമ്മൾ പറഞ്ഞതാണ്. അത്രയും മുകളിൽ പോയി മേടിച്ച ആരാണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് ഭിന്നശേഷി ഉണ്ടെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ഭാര്യയും ഉണ്ട്, 2 കുട്ടികളും ഉണ്ട്, അദ്ദേഹത്തിന് ബന്ധുക്കാരുമുണ്ട്. സ്ഥലം മേടിച്ച ആരാന്ന് നമുക്കറിയത്തില്ല. അല്ല, സ്ഥലം മേടിച്ച അവർ തന്നെയാണ്. പഞ്ചായത്തിനെ സംബന്ധിച്ച് മറുപടി പറയട്ടെ. പഞ്ചായത്ത് അല്ല സ്ഥലം മേടിച്ചു കൊടുക്കുന്നത്, ഒരു വ്യക്തിക്ക് ഫണ്ട് അനുവദിച്ചു കൊടുക്കുകയാണ് പഞ്ചായത്ത് ചെയ്യുന്നത്. അവർ സുഗമമായ സ്ഥലം മേടിക്കാന്നുള്ള ആ വ്യക്തിയുടെ കടമയാണ്. അവർ സ്ഥലം മേടിച്ചെടുത്ത് ഫണ്ട് അനുവദിച്ചു കൊടുത്ത് വീട് പണിത് കൊടുക്കുക എന്നുള്ള നടപടികളാണ് പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്ത് സ്ഥലം മേടിച്ചു കൊണ്ട് കൊടുത്ത് അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ജോലിയായി ബന്ധപ്പെട്ട് അദ്ദേഹവും ഫാമിലിയും ഇവിടെ നിന്ന് ഇപ്പൊ മാറിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം ഒരാൾ കൂടെ അവസരമുണ്ട്. മൈക്ക് ചേച്ചി ഒരു ചോദ്യം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലിയുമായി അദ്ദേഹത്തിന്റെ മക്കളുമായി സുഖമായി ജീവിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അതിനകത്ത് തീരുമാനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം പ്ലീസ് കേക്കട്ടെ പ്ലീസ് പറഞ്ഞു. നമ്മൾ ഒച്ച വെച്ചിട്ടോ കൂവിട്ടോ ചേച്ചി ഒന്ന് പറഞ്ഞോട്ടെ. പക്ഷെ നമ്മുടെ വികസന നേട്ടങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം വികസന നേട്ടങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വാർഡ് തലത്തിൽ നടത്തിയ കുറേ കാര്യങ്ങൾ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടോ, ബോർഡ് വെച്ചിട്ടുണ്ടെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. പക്ഷേ ഇത് പൊതുവായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ 5 വർഷം ഭരിച്ചപ്പോൾ പൊതുവായ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വികസന പ്രവർത്തനങ്ങളും നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. തന്നെയല്ല, നമ്മുടെ കൃഷിഭവൻ കോസരിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൃഗാശുപത്രിയുടെ ഒരു സബ് സെന്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു വനിതാ വ്യവസായ വിപണന കേന്ദ്രവും നമ്മുടെ ഒരു നിലവിലുണ്ടായിരുന്ന കൃഷിഭവന്റെ പരിസരത്ത്. ഇപ്പോൾ നമ്മുടെ രാജ്യം മെമ്പറൊക്കെ ഇരുന്ന സമയത്ത് അതിന് 1 ലക്ഷം രൂപ നമ്മൾ അതിന് ഇലക്ട്രിക്കൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വയറിങ്ങിന് അനുവദിച്ചിരുന്നതാണ്. ഈ 5 വർഷമായിട്ടും ഈ കാര്യം നിരന്തരം നമ്മൾ ശല്യപ്പെടുത്തിയിട്ടും ഇന്ന് വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ട് 4 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഫണ്ട് തന്ന് അത് സബ്സിഡിയോട് കൂടി തന്നു. ഞങ്ങൾ 4 ലക്ഷം രൂപയുടെ സാധനം എടുത്തു. ഇലക്ട്രിക്കലായിരുന്നു സാധനങ്ങൾ. ആ സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഞങ്ങൾക്ക് വന്നു. ആ സബ്സിഡി നഷ്ടപ്പെട്ടു, ലോണും ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കൃഷിഭവന്റെ മൃഗാശുപത്രി സബ് സെന്റർ ഉണ്ടായിരുന്നു. ആ സബ് സെന്ററിൽ അവിടെ സേതു എന്ന് പറയുന്ന ഒരു ഡോക്ടറല്ല, സബ് സെന്ററിൽ ഇരിക്കുന്ന ഒരാളാണ്. സാർ എപ്പോഴും ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു, അതിന് കറണ്ട് എടുത്ത് കൊടുക്കണം. അതും ഈ 5 വർഷക്കാലമായിട്ട് അതിനും ഒരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. തന്നെയല്ല, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് മാലിന്യ സംസ്കരണം. പക്ഷേ മാലിന്യ സംസ്കരണവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വണ്ടമ്പതാല് ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ കോരിത്തോട് പഞ്ചായത്ത് അതിൽ എത്രമാത്രം വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് കൃത്യസമയത്ത് കൊണ്ട് ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് അംഗൻവാടി ചെയ്യാൻ പറ്റത്തില്ലാത്തെന്ന് പറഞ്ഞു. പല മീറ്റിങ്ങുകൾ വിളിച്ചപ്പോഴും ഇത് കാര്യമാത്രം പ്രസക്തമായിട്ട് എടുക്കാതെ ആ അംഗൻവാടിയുടെ ഫണ്ടുകൾ മുഴുവൻ ലാപ്സ് ആക്കി. ആശുപത്രി കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ, ആശുപത്രി കെട്ടിടം
ഉദ്ഘാടനം ചെയ്യരുതെന്നോ അവിടെ അത് പ്രവർത്തിപ്പിക്കരുതെന്നോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അതിന്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിയതിനു ശേഷം മാത്രം ഉദ്ഘാടനം നടത്താമെന്നാണ് പറഞ്ഞത്. അത് ആരോഗ്യ വകുപ്പിന്റെ അനുമതി പോലും ഇല്ലാതെ അത് ഇവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കുറെ ചുറ്റിപ്പറ്റി അവരെ ഉദ്ഘാടനം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ്. ഇദ്ദേഹത്തിന്റെ മറുപടി സബ്സിഡിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ബഹുമാനിയായ പിന്നെ ഗിരിജാ സുശീലൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. ഗിരിജാ സുശീലൻ ഇവിടെ സൂചിപ്പിച്ചു വനിതാ വ്യവസായ പരിശീലന കേന്ദ്രം. അതിന് മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 4 ലക്ഷം രൂപയോളം 1 ലക്ഷം രൂപ അവർക്ക് സബ്സിഡിയോട് കൂടിയ നിങ്ങളിപ്പം പോയാലും ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ കുറേ മെഷീനുകൾ ഓവർലോക്ക് മെഷീനുകളൊക്കെ സഹിതം കുറേയധികം ഉപകരണങ്ങൾ അവിടെ മേടിച്ചിട്ടുണ്ട്. ഒരു വാർഡ് മെമ്പറിനെ കൊണ്ട് അവിടെ ഒരു ഇലക്ട്രിക്കൽ വിങ്ങിന്റെ ഒരു അപ്രൂവൽ വാങ്ങിച്ച് അതൊന്ന് ഇലക്ട്രിഫിക്കേഷൻ നടത്താൻ ഒരു വാർഡ് മെമ്പറിനെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ അതും പഞ്ചായത്തിന് പ്രസിഡന്റ് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. വാർഡ് മെമ്പറിന്റെ ആവശ്യം എന്താണ്? വാർഡ് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് വാർഡ് മെമ്പറിന് പഞ്ചായത്തിൽ വരുവാനോ പഞ്ചായത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാനോ യാതൊരുവിധ സമയവും കണ്ടെത്താതെ എപ്പോഴും സ്വന്തം കടയും കാര്യങ്ങളുമായി നിൽക്കുന്ന ഒരു മെമ്പർ. അതിനുപരിയായിട്ട് നമ്മൾ 100 തവണ വെറ്റിനറി ഹോസ്പിറ്റലിലെ സബ് സെന്ററുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ആകെ ഒരു സർട്ടിഫിക്കറ്റ് ലൈസൻസിയുടെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം വാങ്ങാനാണ് ഇവരോട് പറഞ്ഞത്. ഈ 5 വർഷക്കാലമായി അതിന് വേണ്ട ആർജവം കാണിക്കാത്ത വാർഡിലെ മെമ്പറായ ഗിരിജാ സുശീലൻ ഭരണസമിതിയെ കുറ്റം പറഞ്ഞ് യാതൊരു കാരണം സന്ധ്യ എപ്പോഴും പറയും കൊഞ്ഞനും കുത്തും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തരുന്നത്. സന്ധ്യ അത് തന്നെ ഇപ്പൊ കാണിക്കുന്നത്. കാരണം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. വാർഡ് മെമ്പർ എന്ന നിലയ്ക്കല്ല, ഇത് ഇലക്ട്രിക് വിങ്ങുകാരുടെ കയ്യിലാണ് ഈ പൈസ അടച്ചിരുന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഇവരുടെ കയ്യിൽ ഈ നമ്പർ വാങ്ങിച്ചു കൊടുത്തതാണ്. കൊടുത്തിട്ടും ഇവര് ഞങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങളെ ഇറക്കാനുള്ള പണിയാണ് പുള്ളിക്കാരി നോക്കിയത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അമാന്തം കണ്ടത് തന്നെയാണെന്ന് മാത്രം. ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ ബോണ്ട ഉണ്ടാക്കുവോ കടയുണ്ടാക്കുവോ എന്തും ആയിക്കോട്ടെ, അത് എന്റെ ജീവിത പ്രശ്നം. പക്ഷേ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ 75% അല്ല 90% പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനം ചെയ്തില്ല എങ്കിൽ ആ വാർഡിൽ മാത്രം എങ്ങനെയാണ് വികസന പ്രവർത്തനം അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. പൊതുവായിട്ട് നിങ്ങൾ ഈ 5 വർഷക്കാലം കൊണ്ട് രണ്ടാം വാർഡിൽ 100% വികസനം നടത്തിയ മെമ്പറാണ് ഗിരിജ മെമ്പർ. അങ്ങനെ പറയല്ല, അത് ഇവിടുന്ന് നിങ്ങളുടെ പഞ്ചായത്തിന്റെ അല്ല, നമ്മുടെ LDF സർക്കാരിന്റെ വികസന ഫണ്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് മറുപടി പറയണ്ടേ? ഒരു പഞ്ചായത്ത് മെമ്പറെ എങ്ങനെ ഇറക്കാൻ നോക്കുന്ന ഒരു പ്രസിഡന്റ്, അതൊക്കെ ഒരു വർത്തമാനമല്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു മെമ്പർ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോകോളാ. എനിക്കറിയത്തില്ല. എനിക്ക് ഇതിനകത്തൊരു മറുപടി എനിക്ക് പറയാനുണ്ട്. പഞ്ചായത്തിന്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തം പഞ്ചായത്തിന്റെ ഭരണസമിതിക്കും പ്രസിഡന്റുവാ. ഇത് കേക്ക്. പഞ്ചായത്തിന്റെ വിട്ടുകിട്ടുന്ന സ്ഥാപനങ്ങളുടെ പൂർണ്ണമായിട്ടും അതിന്റെ പണികൾ പൂർത്തിയാക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തം സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 100% സ്ഥാപനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരാളൂടെ എന്താണ് പറയാനുള്ളത്? പറഞ്ഞോ പ്ലീസ്. കുറച്ചേറെ നേരമായിട്ട് നമ്മൾ തർക്കം കേട്ടോണ്ടിരിക്കുക. ഒരു കാര്യം കോരത്തോടുകാർക്കെല്ലാം മനസ്സിലായി, രണ്ടും കള്ളന്മാരാ. അത് വ്യക്തമായി. ഒന്നാമത്തെ ഭരണസമിതിയുടെ കാലത്ത് വാങ്ങിച്ച് 25 സെന്റിന്റെയും 10 സെന്റിന്റെയും കള്ളത്തരത്തിന്റെ കാര്യം ബാബുചേട്ടൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ പറയട്ടെ മാഷെ പറയട്ടെ, കള്ളത്തരം കാണിക്കാൻ സമയം കിട്ടിയിട്ടില്ല. മുക്കാൽ മണിക്കൂർ മര്യാദയ്ക്ക് അദ്ദേഹം പറയട്ടെ. നിങ്ങൾക്ക് സമയം തന്നല്ലേ? പറഞ്ഞോ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ പണിത അയ്യപ്പന്റെ അമ്യൂണിറ്റി സെന്റർ. അദ്ദേഹം പറയട്ടെ. കാര്യം വ്യക്തമല്ലേ? രണ്ടും കള്ളന്മാരാണെന്നുള്ള വ്യക്തമായില്ലേ? എല്ലാവർക്കും വ്യക്തമായില്ലേ? രണ്ടും കള്ളന്മാരാ. നമ്മൾ ഇനി ഇവരെ വിജയിപ്പിക്കണമെന്നുള്ള മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഇവരെ വേണം. മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇവര് കഴിഞ്ഞ ഭരണസമിതിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പറയുന്ന ആശുപത്രിക്ക് ഫണ്ട് കൊടുത്താരാ? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. കേന്ദ്രത്തിന് ഫണ്ടാണ്. കേന്ദ്രം കൊടുത്താണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടാ.
അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് അവസരമല്ലേ? പ്ലീസ് മറ്റൊരു കാര്യം പറയണ്ടേ? അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. മൈക്ക് ഏൽപ്പിച്ചു പറഞ്ഞോ. ഓക്കെ ഓക്കെ, പ്ലീസ് പറഞ്ഞോ. ഞാൻ സമയം തന്നിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് സമയ പരിമിതി. നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ പ്ലീസ് ചേട്ടാ ചേട്ടാ മൈക്ക് കൈമാറൂ ചേട്ടാ പ്ലീസ് പറഞ്ഞോ പെട്ടെന്ന് പ്ലീസ്. അദ്ദേഹം പറയട്ടെ. സമയം പ്ലീസ് പറഞ്ഞോ. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ തന്ന പൈസ കേന്ദ്രത്തിന്റെ പ്ലീസ് സംസ്ഥാനത്തിലും ഗ്രാമങ്ങളിലും ഒക്കെ ഫണ്ട് വിനിയോഗിക്കണം കേന്ദ്രം. അത് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഫണ്ട് വിനിയോഗിച്ച് മേടിക്കും. ഒരു മിനിറ്റ്. വേറെ കാര്യം, ഇവരെന്താ ചെയ്യുന്നേ? പ്ലീസ് അവര് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ഭരണസമിതി തട്ടുംപുറത്ത് തറക്കല്ലിട്ടു കെട്ടിടത്തിന് വേണ്ടി. ഈ ഭരണസമിതി പെരക്കകത്ത് ഉദ്ഘാടനം നടത്തി. ഇതെല്ലാം നടത്തിയിരിക്കുന്ന ഫണ്ട് കൊടുക്കുന്ന ആരാ? കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് പണം അറിയാൻ മേലെ പോയി ആയിക്കോട്ടെ. നികുതി പണമാണ്, തരേണ്ടതാണ്. നമ്മുടെ SBI അവിടുന്ന് പട്ടാളക്കുന്നിന് പോകുന്ന റോഡ് പൊളിഞ്ഞു കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ നിവാസികൾ അവരെ വോട്ട് ചെയ്യുന്നില്ല, ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നു എന്നൊരു ബോർഡ് വെച്ച് കഴിഞ്ഞപ്പം ഉടനെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തി. അതിന് 29 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി വരാം. സമയം ഒന്നുകൂടെ വരുന്നുണ്ട്. ഞാൻ വരുന്നുണ്ട്. ഇനി വരികയാണ്. സമയം ചേട്ടൻ ആദ്യം സമയം തരുക. ഒരു മിനിറ്റ്. അവസാന സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത അവസാന ഘട്ടത്തിലേക്ക്. അടുത്ത 5 വർഷം BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ കോഴിത്തോട് ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? അദ്ദേഹം പറയട്ടെ. പ്ലീസ് അദ്ദേഹത്തിന്റെ അവസരമാണ്. അത് അദ്ദേഹത്തിന് കൊടുത്താൽ പറ്റത്തുള്ളൂ. പ്ലീസ് ഒരു 3 മിനിറ്റ് സമയം തരൂ. പ്ലീസ് പറഞ്ഞോ. പെട്ടെന്ന് പറഞ്ഞോ. 3 മിനിറ്റ് സമയം. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമില്ലേ? അദ്ദേഹം പറയട്ടെ. പ്ലീസ് എല്ലാവരും സഹകരിക്കും. ഉണ്ട്. ഓക്കെ 3 മിനിറ്റ് കൊടുത്തിരിക്കുന്നു. പെട്ടെന്ന് പ്ലീസ്. ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് എങ്ങനെയാണ് വികസിക്കുന്നത് എന്നുള്ള ചിന്തയിൽ ഓൺ ഫണ്ട് ഇല്ലാത്ത ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാര് കഴിഞ്ഞ കുറെ പേര് ഇരുന്നല്ലോ. ആരെങ്കിലും ഓൺ ഫണ്ട് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാക്കുന്നതിനെ പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് സാമ്പത്തികം ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ വന്നാൽ മാത്രമേ ആ നാട് വികസിക്കത്തുള്ളൂ. എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങൾ ആവിഷ്കരിക്കുന്നത്? അതിലേക്കാ വരുന്നത്. പറഞ്ഞോ. അപ്പൊ നമുക്ക് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ സമയമല്ലേ? നമുക്ക് കോഴിത്തോടിന് രണ്ട് പ്രധാന കാര്യങ്ങൾ പോസിറ്റീവായിട്ടുണ്ട്. ഒന്ന്, ശബരിമല സീസണെ ഉപയോഗപ്പെടുത്തുക. 2, ടൂറിസം. ഈ 2 സംഗതികളിലും വളരെ അനാസ്ഥയാണ് ഈ കഴിഞ്ഞ 4 ഭരണസമിതികളും ചെയ്തത്. ഇതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നടന്നു പോകുന്ന, അതായത് കാൽനട യാത്രക്കാരായിട്ട് പോകുന്ന അയ്യപ്പന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് പോയിന്റ് ആയിട്ട് കുഴിമാവിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കുകയും ആ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് 2 മാസം കൊണ്ട് 1 വർഷം ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെ നശിപ്പിച്ച് തീർത്തതാണ് അതിന് വികസനം 100% ഉണ്ടാക്കിയിരിക്കും. അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. പ്രസാദം എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട്. പ്രസാദം എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ പദ്ധതിയുണ്ട്. ഈ പദ്ധതി ഇപ്പോൾ നമ്മുടെ മൂഴിക്കൽ അല്ലെങ്കിൽ മുക്കുഴി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ബേസ് പോയിന്റിൽ കുഴിമാവിൽ അതിനാവശ്യമായ വികസന പദ്ധതികൾ നടപ്പിലാക്കുകയും അവിടെയുള്ള കുഴിമാവിലുള്ള സാധാരണക്കാർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സംവിധാനം ചെയ്യാൻ ഉള്ള ഒന്ന്. രണ്ടാമത്തെ ടൂറിസം പദ്ധതിയാണ്. അടുത്തത് ടൂറിസം പദ്ധതിയാണ്. ടൂറിസം പദ്ധതി നമ്മുടെ നാട്ടില് ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മുടെ ഈ കൽനാട്ട് കവലയെന്ന് ആ വനത്തിന്റെ ഇറമ്പിലൂടെ ഒരു സർവീസ് റോഡ് വെട്ടി അതുവഴി ആൾക്കാർക്ക് ട്രക്കിങ്ങിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഇപ്പൊ ഇവര് അതിനകത്ത് കാട്ടിക്കൂടെ വെട്ടിയിട്ടുണ്ട് റോഡ്.
അത് ജനങ്ങളുടെ പറമ്പിൽ കൂടി ആയിരുന്നെങ്കിൽ അതിനുള്ള ട്രാക്കിംഗ് പോയിന്റ് നടത്താമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു സമയ പരിമിതി കൊണ്ട് അടുത്ത ആളിലേക്ക് പോവുകയാണ്. മോഷ്ടിച്ചു കൂട്ടുന്ന കൂട്ടങ്ങളാണ്. അടുത്ത 5 വർഷം സംസാരിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അടുത്ത 5 വർഷം ഒരു ജനാധിപത്യ മര്യാദയല്ലേ ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞോ. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇനിയല്ല, ഇനി അടുത്ത 5 വർഷം LDF അധികാരത്തിൽ വന്നാൽ പറഞ്ഞു തുടങ്ങിക്കോ. സമയപരിമിതി നമുക്ക് ഒരുപാട് സമയമായി, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ കോസ്റ്റഡി ഇറങ്ങി വന്നപ്പം ഒരു സ്മാരകം കണ്ടിട്ടുണ്ടാകും. ആരും പറഞ്ഞില്ല. പാവപ്പെട്ട വയോജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രവും അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനെന്നും പറഞ്ഞ് പണിത ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് ഇപ്പം മുളക് കച്ചവടമാണ്. മുളക് കച്ചവടം അവിടെ എന്ത് ചെയ്യാൻ പറ്റും LDFന്? അല്ലെന്ന് അത് ചെയ്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് അടുത്ത 5 കൊല്ലം പറയേണ്ട ആളുകളുണ്ട്. അവിടെ ഈ മുളക് കച്ചവടം നടത്തുക, പാവപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമായ ആളുകൾക്ക് വിശ്രമ കേന്ദ്രം എന്ന ഒരു സ്കീം കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിക്ക് നടപ്പിലാക്കിയതിനകത്ത് ഇപ്പൊ മുളക് പൊടി ബിസിനസ് ചെയ്യുന്നു. യാതൊരു തർക്കവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോരുത്തോട് ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തിയാൽ നിലനിൽക്കുന്ന വികസന കാര്യങ്ങളിലും ഒരിടപ്പെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ ഈ നാട് ആഗ്രഹിക്കുന്ന തരത്തില് മുൻകാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയായിരുന്നോ നാടിനെ ചേർത്ത് പിടിച്ചത്, ആ രീതിയിൽ തന്നെ കേരള സർക്കാരിന്റെയും ജനപ്രതിനിധികളായിരിക്കുന്ന MP ആയിക്കൊള്ളട്ടെ, MLA ആയിക്കോട്ടെ, സർക്കാരിന്റെ വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകൾ വാങ്ങി ഈ നാട്ടിലെ വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ശബരിമല പാതയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ സംസാരിച്ചു. ഞങ്ങളെല്ലാ വിശ്വാസത്തിനും അനുകൂലം തന്നെയാണ്. അവിടെ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിലും ഈ കഴിഞ്ഞ ശബരിമല സീസണിലും അഭിമാനകരമായി അയ്യപ്പന്മാർക്ക് ദർശനം നടത്താൻ കഴിഞ്ഞ സാഹചര്യം സൃഷ്ടിച്ച സർക്കാരാണ്. ഇത്തവണയും അതിലും മെച്ചപ്പെട്ട രീതിയിൽ കാനനപ്പാതയായിക്കൊള്ളട്ടെ, അയ്യപ്പന്മാരുടെ യാത്രാ സൗകര്യങ്ങളായിക്കോട്ടെ, അവയിലെല്ലാം കൃത്യമായി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കും എന്നും ഈ പൊതുജന സമക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ എന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. തുടർ ഭരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ അടുത്ത 5 വർഷം എന്തൊക്കെയാണ് ഇതുവരെ ചെയ്യാത്തതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചെയ്തതിന്റെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അദ്ദേഹം പറഞ്ഞ ബഹുമാനായ നമ്മുടെ പീതാംബരൻ ചേട്ടൻ മുൻ പ്രസിഡന്റ് പറഞ്ഞ ആ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. നമ്മുടെ വഴിയോര വിശ്രമ കേന്ദ്രം മുളകുപൊടി കച്ചവട കേന്ദ്രമാണെന്ന് പറഞ്ഞു. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഇവിടെ ഇരിപ്പുണ്ട്. കുടുംബശ്രീയുടെ ഒരു സംരംഭമാണ്. കുടുംബശ്രീയുടെ വനിതകളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ പരാമർശം അദ്ദേഹം പിൻവലിക്കണമെന്ന് തന്നെ ഞാൻ ആദ്യം തന്നെ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം കുടുംബശ്രീയിലെ വനിതകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ ഇവര് ഘോരം പ്രസംഗിക്കുമ്പോൾ കുടുംബശ്രീയുടെ സംരംഭം നടത്തുമ്പോൾ അതിനെ ആക്ഷേപിക്കരുത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ, സർക്കാരിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് അതിനെ വകമാറ്റി ചെലവാക്കിയിട്ട് വയോജികരായിട്ടുള്ള പ്രായം ചെന്ന ആളുകളെയാണ് നിങ്ങൾ പഞ്ചായത്തിൽ UDF ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ചോദിച്ചപ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുക എന്നുള്ള മാന്യതയില്ലായ്മ ഒന്നും. അപ്പോൾ വഴിയോര വിശ്രമ കേന്ദ്രം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 2 ഇടത്താണ് വഴിയോര വിശ്രമ കേന്ദ്രത്തിന് സ്ഥലം കണ്ടെത്തിയിട്ടാണ് ആ ഭരണസമിതി ഇറങ്ങിയത്. സ്ഥലം കണ്ടെത്തിയെന്നല്ല, പേപ്പർ ഭാഗങ്ങളിൽ. അത് ഒന്ന് കോസടിയിലും ഒന്നിപ്പോൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം പണി കഴിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തുമായിട്ട് 2 ഇടത്ത് വഴിയോര വിശ്രമ കേന്ദ്രം. ഗവൺമെന്റിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടിയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ഒരു കാരണവശാലും ഉറക്കമില്ലാത്ത അവസ്ഥ പോലെയായിരുന്നു വഴിയോര വിശ്രമ കേന്ദ്രം പണിതില്ല എങ്കിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി നമ്മൾ കോസടിയിൽ ആ വഴിയോര വിശ്രമ കേന്ദ്രം പണി കഴിപ്പിച്ചു. അയ്യപ്പന്മാർ ഇവിടെ 12 മാസക്കാലവും വരുന്നില്ല. അയ്യപ്പന്മാർ വരാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് പൂട്ടിയിടാതിരിക്കുവാൻ വേണ്ടി കുടുംബശ്രീ സംവിധാനങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു കുടുംബശ്രീ സുഹൃത്തുക്കൾക്ക് നമ്മൾ തൽക്കാലം അവരുടെ സ്വയം തൊഴിൽ ചെയ്യാൻ ഏൽപ്പിച്ചു. പഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ കയറിയിരുന്ന സാഹചര്യത്തിൽ എന്റെ പൊന്നു ബാബു ചേട്ടാ, ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പനക്കച്ചിറയിലെ വെയിറ്റ് ഷെഡ് ഒരു വ്യക്തികളുടെ കൈകളിൽ, വെയിറ്റ് ഷെഡിനോട് ചേർന്നിരിക്കുന്ന സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈകളിലാണ് എന്ന് ഭരണസമിതി അധികാരത്തിൽ കയറിയ ശേഷം വന്ന നിവേദനം പ്രമാണിച്ച് അതിന് പിന്നാലെ നടന്ന് പല രീതിയിലുള്ള ആക്ടിങ്ങുകൾ ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ കോർത്തോട് പനക്കച്ചിറയിൽ
വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് 6.5 സെൻറ്റ് സ്ഥലം കോർത്തോട് പഞ്ചായത്തിൻ്റെ പുറമ്പോക്കായിട്ടുള്ള സ്ഥലമുണ്ടെന്ന് കണ്ടെത്തുകയും അത് ആ വെയിറ്റിംഗ് ഷെഡും അവിടെ കോർത്തോട് പനക്കച്ചിറയുടെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലൊരു ഹോമിയോ ഹോസ്പിറ്റലിലും പണി കഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭരണസമിതി മുൻപോട്ട് നീങ്ങിയിരുന്നു. എന്നാൽ അത് ചില കേസിന്റെ കാര്യങ്ങളിൽ നീണ്ടുപോയിരിക്കുകയാണ്. ആ പദ്ധതി പനക്കച്ചിറയുടെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള ഹോമിയോ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കോർത്തോട് പഞ്ചായത്തിലെ പുതിയ UD ഭരണസമിതി വന്നാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ കണ്ടങ്കയത്ത് ഒരു ഇക്കോ ടൂറിസം ഇവിടെ BJPയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു. ഒരു ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3 തവണ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഈ ഭരണസമിതി നിവേദനം നൽകിയതാണ്. അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഭരണസമിതി പുതുതായിട്ട് അധികാരത്തിൽ കയറിയാൽ ഈ പറയുന്ന വന്യമൃഗ ശല്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായി നാട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ഓരോ കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നല്ലൊരു ഇക്കോ ടൂറിസം പദ്ധതി കോർത്തോട് പഞ്ചായത്തിന്റെ കണ്ടങ്കയത്ത് സ്ഥാപിക്കുവാൻ വേണ്ടി ഭരണസമിതി മുന്നിട്ടിറങ്ങും. അതോടൊപ്പം തന്നെ നമ്മളിപ്പം പഞ്ചായത്തിന് ഏറ്റവും അധികം ഈ ഭരണസമിതി മുൻകാലഘട്ടത്തിൽ വാങ്ങിച്ചിട്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിന് വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിന് സൈഡ് കെട്ടിയെടുത്ത് അല്ലെങ്കിൽ തോടിൻ്റെ എറുമ്പുകൾ കെട്ടിയെടുക്കുന്ന നടപടികൾ ഏകദേശമായിട്ടുണ്ട്. അതിൻ്റെ സൈഡുകൾ കെട്ടിയെടുത്ത് പഞ്ചായത്തിൻ്റെ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു സ്വപ്ന പദ്ധതി കോർത്തോട് പഞ്ചായത്തിനുണ്ട്. തീർച്ചയായിട്ടും UDF ഭരണസമിതി അധികാരത്തിൽ കയറിയാൽ ഞങ്ങളുടെ വികസന സ്വപ്നങ്ങളാണ് സുഹൃത്തെ. വളരെ ചുരുങ്ങിയ സമയം. ഓക്കെ, കോരിത്തോട് ഗ്രാമപഞ്ചായത്തിലെ ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇവിടെ സമാപിക്കുന്നു. ഇവിടെ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും നന്ദി. അടുത്ത പഞ്ചായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.